Hello dear students, welcome to Emtees Academy. Plus 2 exam എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി Emtees Academyയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഫിസിക്സിലെ പാർട്ട് 1നെ ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെഡി ആയിരിക്കുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പഠിച്ചതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. തുടങ്ങാം നമുക്ക്. ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. നോക്കുമ്പോൾ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് പറയുന്നതായിരിക്കും. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. അതാണ് ഈ വീഡിയോയുടെ മെയിൻ ആയിട്ട് ലക്ഷ്യം. സോ പെൻ ആൻഡ് പേപ്പർ റെഡി ആയിരിക്കുക. ഓരോ ചോദ്യം കാണുമ്പോഴും ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പയർ ചെയ്യുക, അങ്ങനെ തറവായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു മാർക്കോടുകൂടി വിജയാശംസകൾ അറിയിക്കട്ടെ. തുടങ്ങാം നമുക്ക്. ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ 4 മാർക്കിന്റെ ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. മേജർ ടോപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ചാർജസ് എന്നൊരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. കൊളംസ് ലോ, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. രണ്ട് ചാർജ് നമ്മൾ എയറിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോഴ്സ് എന്തായിരിക്കും ബിറ്റ്വീൻ ദ ചാർജസ് കണ്ടുപിടിക്കണം. മൾട്ടിപ്പിൾ ചാർജസിന്റെ ഒരു സിസ്റ്റം വന്നാൽ അവിടെയും ഫോഴ്സ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ദെൻ ഇലക്ട്രിക് ഫ്ലക്സ്, ദെൻ ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഫീൽഡ് അറൌണ്ട് ദ ഡൈപോൾ, ദെൻ ടോർക്ക് ആക്ടിംഗ് ഓൺ ദ ഡൈപോൾ, ദെൻ ലാസ്റ്റ് ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഒരു കാരണവശാലും ഈ ടോപ്പിക്കുകൾ നിങ്ങൾ കളയരുത്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഒന്ന് ഓടിച്ചു നോക്കാം ചാപ്റ്ററിന്റെ ഈ ടോപ്പിക്കുകളിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ദർ ഫോഴ്സസ് എന്നെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുളംസ് ലോ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. കുളംസ് ലോയില് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് F is equal to 1/4πε0 Q1 Q2 by R square into n cap. ഇതൊരു വെക്ടർ ഫോം ആണ്. This is in air. നമുക്കറിയാം ഈ 1/4πε0 ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. അതിന്റെ വാല്യൂ 1/4πε0 is equal to 9 into 10⁹ ആണല്ലോ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ. Then its unit will be Newton meter square per coulomb square എന്നാണല്ലോ. Suppose there is another medium is there, then this equation F will become 1/4πε0 epsilon r. The relative permittivity you have to multiply here the denominator, then Q1 Q2 by R square. ഇതായിരിക്കും ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ് ഇൻ എ മീഡിയം ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ. ഓർത്തിരിക്കുക, ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്ഡേറ്റ് ദിസ് Q1 Q2 by R square. The distance will be 1 2 you can say. Then Q1 Q3 R13 square by, like that you can update it. ഇതാണ് കുളംസ് ലോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. മൾട്ടിപ്പിൾ ചാർജ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം ഈ ഫീൽഡിനെ കുറിച്ചിട്ട്. നമുക്കിനി ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ദാറ്റ് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് ചാർജ് അറ്റ് എ പോയിന്റ് അറൌണ്ട് എ സോഴ്സ് ചാർജ്. ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവരുമ്പോൾ ഹൗ മച്ച് ഫോഴ്സ് ഇറ്റ് എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറയുന്നത്. E is equal to F/Q, where Q is the unit test charge. ഒരു പോയിന്റ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് E is equal to 1/4πε0 Q by R square എന്ന് എഴുതാം നമുക്ക്. Where Q is the source charge, then R is the distance from the source charge to the point. So electric field depends only on the source charge എന്ന് ഓർത്ത് വെക്കുക. So it depends only on the source charge. ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് Q1 by R1 square plus Q2 by R2 square plus Q3 by R3 square, like that you can update this equation. ഒന്നിൽ കൂടുതൽ ചാർജ് ആണെങ്കിൽ അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു സ്പെഷ്യൽ സിസ്റ്റം. നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്നൊരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് 1/4πε0 2pr by r square minus a square the whole square എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം വരാറുണ്ട്. ഓരോ ചോദ്യം വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അതേപോലെ ഇക്വട്ടോറിയൽ പോയിന്റിൽ അതിന് ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 p by r square plus a square the whole power 3/2 എന്ന് എഴുതാം. ആക്സിയൽ ലൈനിലും ഇക്വട്ടോറിയലിലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ പഠിക്കണം. അതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർത്തു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന കൺസെപ്റ്റ്.
ഇനി ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് പറയുമ്പോഴോ, ഡൈപോൾ മൊമെന്റ് എന്നൊരു ടേം നമുക്ക് അറിഞ്ഞിരിക്കണം. P is equal to Q into 2A, where this 2A is considered as the vector quantity and its unit is coulomb meter, is the SI unit of this dipole moment, strength of the dipole. Dipole moment എന്ന ടേംസ് നമുക്കറിയാം. Then if this dipole is kept an external electric field, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഓൺ ദ ഡൈപോൾ വിൽ ബി 0 ആൻഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക്. ദ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു P ക്രോസ് E എന്ന് നമുക്ക് എഴുതാം. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി P is sin theta. Sin theta മാക്സിമം ആകുമ്പോൾ ടോർക്ക് മാക്സിമം ആവും, ദാറ്റ് ഇസ് അറ്റ് 90 ഡിഗ്രി. sin theta 0 ആകുമ്പോൾ ടോർക്ക് 0 ആവാം when it is parallel. ഇനി ഈ ഇലക്ട്രിക് ഡൈപോൾ ഒരു എക്സ്റ്റേണൽ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് വെച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ ടോട്ടൽ ഫോഴ്സും ഉണ്ടാവും, ടോട്ടൽ ടോർക്കും ഉണ്ടാവും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, ദെൻ ടോർക്ക് വിൽ ബി P ക്രോസ് E നമുക്ക് കിട്ടും. ഓർത്ത് വയ്ക്കുക, ഇതിന്റെ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഡൈപോൾ കെപ്റ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ് എന്ന കൺസെപ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് പെർപെൻഡിക്കുലർ ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ phi is equal to E dot A, where E is the electric field density and A is the area vector. Its magnitude will be EA cos theta. ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടറും ഏരിയ വെക്ടറും പാരലൽ ആകുമ്പോൾ മാക്സിമം ഫ്ലക്സ് ഉണ്ടാവും cos 0, ദാറ്റ്സ് മാക്സിമം. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ആകുമ്പോൾ 0 ഫ്ലക്സ് ആയിരിക്കും. സോ ഫ്ലക്സ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഇസ് എ സ്കേലർ ക്വാണ്ടിറ്റി. E dot A, we are getting this one. So its unit can be written as Newton per coulomb is the unit of electric field. So Newton meter square per coulomb we can say. Newton meter square per coulomb, that is the SI unit of this flux. Electric flux. Electric flux കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ദ ഗോസസ് ലോ എന്ന് കിട്ടും നമുക്ക്. ഗോസസ് ലോ അനുസരിച്ച് നമുക്കറിയാം that net electric flux passing through any closed surface is equal to 1 by epsilon 0 times the net charge enclosed by the surface. അതാണല്ലോ ഗോസസ് ലോ പറയുന്നത്. ഗോസസ് ലോ അനുസരിച്ചിട്ട് phi is equal to Q by epsilon 0. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഗോഷ്യൻ സർഫസ് നമുക്ക് ഇമാജിൻ ചെയ്യണം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, അതോടൊപ്പം തന്നെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും ചോദിക്കാറുണ്ട്. പല വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കാണ് ഗോസസ് ലോ. സോ ഗോസസ് ലോ പറയുമ്പോൾ ഗോഷ്യൻ സർഫസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിനകത്തുള്ള ചാർജസിന് മാത്രമേ ഈ ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Does not depend upon the shape or the dimensions of the spherical this surface. Gaussian surface spherical ആവാം, സിലിണ്ടറിക്കൽ ആവാം, അല്ലെങ്കിൽ നമുക്കതൊരു റെക്ടാങ്കുലർ ക്യൂബോയിഡ് ആവാം. ഏത് ഷേപ്പിലാവാം, ഡസൻറ്റ് മാറ്റർ. ഫൈനൽ ആൻസർ phi will be just depend upon the net charge. If net charge is 0, then flux will be 0. ഈ ഫ്ലക്സിന്റെ രണ്ട് കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് തിയറിറ്റിക്കലായുള്ള ഈ എ കോസിറ്റ എന്ന കൺസെപ്റ്റും അതോടൊപ്പം തന്നെ Q by epsilon 0 എന്ന കൺസെപ്റ്റും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം ഡ്യൂ ടു ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്. ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 pi epsilon 0 r എന്നാണ്. അതൊരു പ്ലെയിൻ ചാർജ് ഷീറ്റ് ആണെങ്കിൽ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 epsilon 0. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടെ ഈ പ്ലെയിൻ ചാർജ് ഷീറ്റിൽ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്. ഒരു പ്ലെയിൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിന്റെ അപ്ഡേഷൻ ആണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്നുള്ള ടോപ്പിക്കിലൊക്കെ പഠിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. രണ്ട് പ്ലെയിൻ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ വാട്ട് വിൽ ദി ഇലക്ട്രിക് ഫീൽഡ്, ഔട്ടർ പോയിന്റ് വാട്ട് വിൽ ബി ദി ഇലക്ട്രിക് ഫീൽഡ്, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ സിഗ്മ ബൈ 2 epsilon 0 ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ചാർജ്ഡ് ഷീറ്റ്. ഇനി ഒരു പ്ലെയിൻ ചാർജ്ഡ് ഷെല്ലാണെങ്കിലോ, സ്ഫെറിക്കൽ ഷെല്ലാണെങ്കിൽ, ഹോളോസ്ഫിയർ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 Q by r square ആണ് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ, where r is the distance from center of the sphere to the point of consideration. Q ആണ് net charge on the sphere. ഒരു ഹോളോ സ്ഫിയറിന് ചാർജ് കൊടുക്കുമ്പോൾ ചാർജസ് വിൽ ഡിസ്ട്രിബ്യൂട്ട് ഓൺലി ഓൺ ദ സർഫസ്, ഇറ്റ് വോണ്ട് കം ടു ഇൻസൈഡ്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ വിൽ ബി 0. കാരണം ചാർജസ് എല്ലാം സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അകത്ത് ചാർജ് ഒന്നും വരുന്നില്ല. ദാറ്റ്സ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് നമുക്ക് പറയാം. സോ ഗോസസ് ലോയുടെ 3 ആപ്ലിക്കേഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ മേജർ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇനി ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പിലാണ് മുൻ വർഷങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് നോക്കാം. മുൻ വർഷം ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്:
two equal and opposite charges plus q and minus q are separated by a small distance 2a. Name this arrangement. എന്നാണ് ആദ്യത്തെ ചോദ്യം. പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, അതാണല്ലോ തന്നിരിക്കുന്നത്. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 2a. ടു സ്മോൾ ചാർജസ്, ടു പോയിന്റ് ചാർജസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സെപ്പറേറ്റ് സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് വാട്ട്? ഇലക്ട്രിക് ഡൈപോൾ. റെഡി ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം, ഡിഫൈൻ ഇറ്റ്സ് മൊമെന്റ്. വാട്ട് ഈസ് ഇറ്റ്സ് ഡയറക്ഷൻ? ഡൈപോൾ മൊമെന്റ് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. വാട്ട് ഇസ് ഇറ്റ്? ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് എയ്തർ ചാർജ് ആൻഡ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ആൻഡ് ഡയറക്ഷൻ ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വിൽ ബി ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. ഓർത്ത് നോക്കുക. മൂന്നാമത്തെ ചോദ്യം, അതിന്റെ സബ് ക്വസ്റ്റ്യൻ സി പാർട്ട് ഉണ്ട്. ഇഫ് ദി എബോവ് സിസ്റ്റം ഇസ് പ്ലേസ്ഡ് ഇൻ എ സ്ഫെറിക്കൽ ഷെൽ, വാട്ട് വുഡ് ബി ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്? ഒരു സ്ഫെറിക്കൽ ഷെല്ലിന് അകത്താണ് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നെങ്കിൽ, ഡൈപോൾ വെച്ചിരിക്കുന്നെങ്കിൽ, വാട്ട് ബി ദ നെറ്റ് ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്? ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ നെറ്റ് ചാർജ് വിൽ ബി സീറോ, ഫ്ലക്സ് വിൽ ബി സീറോ ഓൺലി. ഗോസസ് ലോ നമുക്കറിയാം, ഫൈസൽ ക്യൂ ബൈ എപ്സിലോൺ സീറോ. അല്ല, ക്യൂ എന്നുള്ളത് സീറോ ആണ് ഇവിടെ, കാരണം നെറ്റ് ചാർജ് സീറോ ആയി. പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആഡ് ചെയ്താൽ നമുക്ക് സീറോ കിട്ടും. സോ നെറ്റ് ചാർജ് സീറോ ആണെങ്കിൽ ഫൈ വിൽ ബി സീറോ. സിയുടെ ആൻസർ. ഡി, the above system of two charges is placed in an external electric field E at an angle theta with it. Obtain the relation for the torque acting on it. ഈ ഫീൽഡിൽ ഒരു എക്സ്റ്റേണൽ യൂണിഫോം ഫീൽഡിലാണ് ഫീൽഡ് വെച്ചിരിക്കുന്നത്. ആംഗിൾ ടോർക്ക് കണ്ടുപിടിക്കുക. ടോർക്ക് ഇൻഡിക്കേഷൻ നമ്മൾ പഠിച്ചു, പി ക്രോസ് ഇ ആണ്, പി ഇ സൈൻ തീറ്റ. സോ അതിന്റെ ആ ഡെറിവേഷൻ നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. എ ബി എന്ന ഡൈപോളോ ഈ ഇലക്ട്രിക് ഫീൽഡാണ് വെച്ചിരിക്കുന്നതെങ്കിൽ മേക്കിംഗ് ആംഗിൾ തീറ്റ. The length of the dipole is 2a. Then the torque acting on the dipole will be force into perpendicular distance between the forces. So രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ പ്ലസ് ചാർജിന് മുകളിൽ പ്ലസ് ക്യൂ ചെയ്യും, നെഗറ്റീവ് ചാർജിന് മുകളിൽ മൈനസ് ക്യൂ ആഡ് ചെയ്യും. ഇഫ് യു ആഡ് അപ്പ് നെറ്റ് ഫോഴ്സ് സീറോ. പക്ഷേ ഈ രണ്ട് ഫോഴ്സും ഈ ആക്ട്സ് ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അതുകൊണ്ട് രണ്ട് എഡ്ജിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ദെൻ ഇറ്റ് കോസസ് എ ടോർക്ക്, റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഈ ടോർക്കിന്റെ ഇക്വേഷനാണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ് കൺസെപ്റ്റ് നമുക്ക് കിട്ടാം Q into E ആണ്. സോ F is equal to Q into E. Then perpendicular distance will be 2a sin theta. ഇതായിരിക്കും perpendicular distance, that become 2a sin theta. So Q into 2a into E sin theta, that is PE sin theta. Q into 2a എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണല്ലോ. സോ PE sin theta is the value of the torque. P cross E will be the value of this torque. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. ചോദ്യം 5 മാർക്കിന്റെ ചോദ്യമായിരുന്നു. 2 മാർക്ക് ഡെറിവേഷനും ബാക്കി ഓരോ സബ് ക്വസ്റ്റിനും 1 മാർക്ക് വീതവും. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. ടോർക്കിനെ കുറിച്ചും ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ചുമായിരുന്നു ഈ ചോദ്യം ഉണ്ടായിരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം പറയുന്നത്, എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r is uniformly charged with charge plus q. By Gauss's theorem, find the electric field intensity at a point P outside the spherical shell and inside the spherical shell. അകത്തും പുറത്തുമുള്ള രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺസെപ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡ്യൂ ടു ഷെൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് വി നോ ഈസ് ഈക്വൽ ടു 1/4πε0 q by r square, and inside it is 0 because inside this will become q will be 0. Net charge enclosed by it will be 0 only. So there will be no electric field inside it. അതിന്റെ ഡെറിവേഷൻ ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഡെറിവേഷൻ നിങ്ങൾ പഠിക്കും, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സോ പ്ലീസ് refer that textbook for this derivation. That then അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഇതാണ്, മൂന്നാമത്തെ ചോദ്യം. The ratio of electric field on the equatorial point and the axial point at equal distances from the center of a short electric dipole is. ആക്സിയൽ പോയിന്റേയും ഇക്വറ്റോറിയൽ പോയിന്റേയും ഇലക്ട്രിക് ഫീൽഡിന്റെ റേഷ്യോ എന്തായിരിക്കും ഡ്യൂ ടു ഡൈപോൾ എന്നാണ് ചോദ്യം. സോ ചോദ്യം അനുസരിച്ച് ഇവിടെ നമുക്കറിയാം ഈ ആക്സിയൽ will be 2 times E equatorial. So ratio of equatorial to axial ആണ് ചോദിച്ചിരിക്കുന്നത്. So it will be 1/2. E equatorial by E axial will be 1/2 here. Then അടുത്തൊരു ഭാഗം കൂടി ഉണ്ട് അതിന്. B, a closed surface encloses an electric dipole. What is electric flux through the surface? 0. See, ആ ടോപ്പിക് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. 2019 മാർച്ച് ചോദിച്ചൊരു ചോദ്യമാണിത്. ഓർത്തിരിക്കുക,
ഒരു ക്ലോസ് സർഫസിനകത്ത് നെറ്റ് ചാർജ് 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണ്. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. 2 spheres encloses charges as shown in the figure. 2 sphere ഉണ്ട്, S1 and S2. S1 Q charges ഉണ്ട്, S2 ൽ 2Q charges ഉണ്ട്. They are enclosed by these charges. A. Derive an expression for electric field intensity at any point on the surface S2. S2 എന്ന സർഫസിന് മുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ടു ഡിറൈവ് ഇറ്റ്, ഗോസസിലൂടെ തൊട്ട് മുമ്പ് പറഞ്ഞ ഡെറിവേഷൻ തന്നെയാണ് ഇത്. ഒരു സ്ഫെറിക്കൽ ഷെല്ലില് ടോട്ടൽ ചാർജ് ഇവിടെ 2Q plus Q ആണല്ലോ, 3Q ആയിരിക്കും ചാർജ് ഉണ്ടാവുക. സോ 3Q ചാർജസ് എൻക്ലോസ് ചെയ്യും. Then electric field E will be, radius is R only. So electric field E, we can write this as 1 by 4 pi epsilon 0 3Q by R square എന്ന റിലേഷൻ നമുക്ക് കിട്ടും ഇവിടെ. സോ അതിന്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൺസെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫ്ലക്സ് ഡ്യൂ ടു തിയററ്റിക്കൽ ഇക്വേഷൻ ഏതാണ്? phi is equal to E into total area of the sphere. It will be what? Phi is equal to E into 4 pi R square. Then also the net charge by epsilon 0 will give you the flux from the Gauss's law. ഈ രണ്ട് ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ 3Q by epsilon 0 രണ്ടും ഫ്ലക്സിന്റെ ഇക്വേഷൻ തന്നെയാണ്. ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് E കിട്ടും. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ബി പാർട്ട്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ S1 and S2? S1 ഉം S2 ത്രൂ ഉള്ള ഇലക്ട്രിക് ഫ്ലക്സിന്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ്. ത്രൂ S1 നമുക്ക് നെറ്റ് ചാർജ് Q ആണല്ലോ ഉള്ളത്. സോ Q by epsilon 0 ആണ്. Then through S2 net charge 3Q ഉണ്ടല്ലോ, that is 3Q by epsilon 0. So Q by epsilon 0 divided by 3Q by epsilon 0, that become 1 by 3 will be the ratio here. Here one charge and there S2 total charges you have to get 2Q plus Q, that is 3Q. I hope you got it. അടുത്തൊരു ചോദ്യം. Two equal and opposite charges placed in air as shown in the figure. Plus Q charge ഉണ്ട്, minus Q charge ഉണ്ട്. The center d/2 is there. Then P is a point on the equatorial line at a r distance from the center. Redraw the figure and show the direction of dipole moment P. Then direction of resultant electric field E at P. So dipole moment direction ഇങ്ങോട്ട് ഉണ്ടാവുക, from negative to positive ആണല്ലോ. So that will be along this direction. That is P. Then നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ വരയ്ക്കണം അറ്റ് ദ പോയിന്റ് പി. ഇക്വട്ടോറിയൽ ലൈനിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൽ നമ്മൾ വെക്ടർ റിസൊല്യൂഷൻ മെത്തേഡ് അനുസരിച്ച് നമുക്കറിയാം ഡ്യൂ ടു പോസിറ്റീവ് ചാർജസ് അറ്റ് പി വിൽ ബി എവേ ആൻഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജസ് വിൽ ബി ടുവേർഡ്സ്. സോ ദ റിസൾട്ടന്റ് അറ്റ് ഹിയർ വിൽ ബി ദിസ് വിൽ ബി ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. സോ പി ഇസ് ദാറ്റ് ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. ദെൻ അടുത്ത ചോദ്യം, റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി. പിയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാനാണ്. നമുക്കറിയാം ഇക്വേഷൻ E ഇക്വട്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 P divided by R square plus A square the whole power 3/2. ഇക്വേഷൻ ആണ് നമുക്കവിടെ ഉപയോഗിക്കേണ്ടത്. ഓർത്തിരിക്കുക, ഇക്വട്ടോറിയൽ ലൈൻ ആൻഡ് ആക്സിയൽ ലൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ മൂന്നാം തവണയാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ദർ ഇലക്ട്രിക് ഫീൽഡ് ഓർത്തിരിക്കണം, നിർബന്ധമായിട്ടും പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബേസിക്സിനെ കുറിച്ചുള്ള ചോദ്യമാണിത്. ഹൗ മെനി ഇലക്ട്രോൺസ് കൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ചാർജ് ഓഫ് -16 മൈക്രോകൂളംബ്? എത്ര ചാർജ് കൂടിയാലാണ് -16 മൈക്രോകൂളംബ് ചാർജ് കിട്ടുന്നത്? ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണിത്. Q is equal to N into E എന്ന ഇക്വേഷൻ ഓർത്ത് വരിക. Where E is the elementary charge 1.6 into 10⁻⁻19 കൂളംബ്. Then N ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Q തന്നിട്ടുണ്ട്. So N is equal to here Q by E. So -16 microcoulomb divided by -1.6 into 10⁻⁻19 എന്നാണ്. So how many electrons എന്ന് ചോദിച്ചുകൊണ്ട് നെഗറ്റീവ് ചെയ്യണം. So it will be equal to -16 into 10⁻⁻6 അതാണല്ലോ മൈക്രോ എന്നുള്ള കൺസെപ്റ്റ്, ഡിവൈഡഡ് ബൈ -1.6 into 10⁻⁻19 എന്നാണല്ലോ. സോ ഇറ്റ് ക്യാൻ ബിക്കം ഹൗ മച്ച്? 10⁻⁻ ക്യാൻസൽസ്. 1.6 എന്നുള്ളത് 16 into 10⁻20 എന്ന് എഴുതാം. സോ -20 goes up, then it become 10⁻14. So 2 is answer here. 1 മാർക്ക് ചോദ്യമാണ്, ഓർത്തിരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, an electric dipole is a pair of equal and opposite point charges
plus q and minus q separated by a distance r. Write an expression for its dipole moment. Dipole moment expression is വീണ്ടും ചോദ്യം വന്നിരിക്കുകയാണ് because of dipole moment. P is equal to q into 2 എന്ന expression ഇതാ. Then C. When an electric dipole is subjected to a uniform electric field, what will happen? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. then you'll experience a torque. ടോർക്കിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ ഇവിടെ എഴുതിയെടുക്കാം. 2017 ചോദിച്ചൊരു ചോദ്യമാണിത്. അടുത്തൊരു ചോദ്യം. Gauss's theorem is useful in determining the electric field when the source distribution has symmetry. A. The electric field intensity at a distance r from a uniformly charged infinite plane sheet of charge is. ഒരു പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ, പ്രൊപ്പോർഷണൽ ടു 1/r, പ്രൊപ്പോർഷണൽ ടു r സ്ക്വയർ, ഇൻഡിപെൻഡന്റ് ഓഫ് r. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്ലെയിൻ ചാർജ് ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഡു നോട്ട് ഡിപെൻഡ് അപ്പോൺ ദ ഡിസ്റ്റൻസ്, ഇസ് കോൺസ്റ്റന്റ് എവ്രിവെയർ അറൌണ്ട് ദ ഷീറ്റ്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ടു r എന്നാണ് ഇവിടെ ആൻസർ. ഒരു മാർക്കിന്റെ ചോദ്യമാണിത്. അടുത്തൊരു ചോദ്യം. എ തിൻ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r is uniformly charged to a surface charge density sigma. So ഒരു ഷെല്ലിനെ കുറിച്ചാണ് ചോദ്യം. Using Gauss's theorem, derive the expression for the electric field reduced inside the shell. So how much inside electric field is produced inside the shell? ഇതാണ് ചോദ്യം. It will be 0 of course. നമ്മൾ ആ സ്റ്റെപ്പുകൾ എഴുതിയിട്ട് നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ച പോലെ തന്നെ ഫ്ലക്സിന്റെ രണ്ട് ഇക്വേഷൻ എഴുതുന്നു, കമ്പയർ ചെയ്യുന്നു. ആ ഇൻസൈഡ് നെറ്റ് ചാർജ് ഇസ് 0, hence E is equal to 0 എന്നൊരു കൺസെപ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണിത്. സോ ഹിയർ ഗോസസ് ലോ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണല്ലോ. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഓർത്തിരിക്കുക, ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിൽ നിന്നും ഈ വർഷം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യം ഒരു പക്ഷേ അതൊരു ഗോസസ് ലോയുടെ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആവാം. സോ ഗെറ്റ് റെഡി ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും നമുക്ക് 4 മാർക്കിന്റെ ചോദ്യം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. എല്ലാ വർഷങ്ങളിലും ഒരു കപ്പാസിറ്ററിനെ കുറിച്ചുള്ള ചോദ്യം ഷുവർ ആയിട്ട് വരാറുണ്ട്. സോ ബാക്കി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇസ് ടേംഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. അതും സോഴ്സ് ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇറ്റ്സ് എ സ്കാലർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ടേം നമ്മൾ നേരത്തെ പറഞ്ഞത് വെക്ടർ ക്വാണ്ടിറ്റി ആയിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ളത് ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് ആൻഡ് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ഈ ടേംസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനൊക്കെ ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്. ദെൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ എന്ന കൺസെപ്റ്റും ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്ത് നോക്കാം. സോ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് V is equal to 1/4πε Q/r. ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആയിരുന്നു. ദെൻ പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഓൺലി ദ ഡിസ്റ്റൻസ് r എന്ന് ഓർത്തുക. ആൻഡ് ഇറ്റ്സ് എ സ്കാലർ ക്വാണ്ടിറ്റി, ഹാവ് നോ ഡയറക്ഷൻ. സോ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു പോയിന്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ ഒരു ജനറൽ പോയിന്റ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? V is equal to 1/4πε P cos θ/r². ഇവിടെ തീറ്റ എന്നുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ജോയിനിങ് സെന്റർ ഓഫ് ദ ഡൈപോൾ ആൻഡ് ദ പോയിന്റ് P. ഈ തീറ്റ 0 ആണെങ്കിൽ V ആക്സിയൽ നമുക്ക് കിട്ടും. സോ V ആക്സിയൽ വിൽ ബി ഹിയർ 1/4πε P/r². കാരണം ആക്സിയൽ തീറ്റ വിൽ ബി 0, cos 0 is 1, so P/r² will get. Now equatorial point ആണെങ്കിലോ തീറ്റ will be 90 and cos 90 is 0. So equatorial point potential will be 0 there. Equatorial point potential 0 ആയിരിക്കും. കാരണം തീറ്റ 90 ഡിഗ്രി ആവും. So cos 90 will be 0. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. സോ പ്രാക്ടീസ് ചെയ്യണം തീർച്ചയായിട്ടും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ E ആൻഡ് V ആണ്. ഇലക്ട്രിക് ഫീൽഡും ദ പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് E വിൽ ബി -dB/dr. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡ്
ഇൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ദ പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ് എന്ന കൺസെപ്റ്റാണ് ഈ നെഗറ്റീവ് സൈൻ തരുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസസ് ഇൻ എ ഡയറക്ഷൻ വേർ പൊട്ടൻഷ്യൽ ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഒരു ഐഡിയ ഓർത്ത് വെക്കുക. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എന്നുള്ളത് വി ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. ഒരേ പോയിന്റിലെ പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തന്നാൽ നമുക്ക് ആർ കണ്ടുപിടിക്കാം. ഇ ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ. സോ സോഴ്സ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലും ഫീൽഡും അറ്റ് എ പോയിന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇ ഈക്വൽ ടു വി ബൈ ആർ എന്ന ഐഡിയ ആണ്. സോ ഇത്രയാണ് പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആ ചാർജസ് 2 ചാർജ് ആവാം, 2 കൂടുതൽ ചാർജ് ആവാം, ഒരു സിസ്റ്റം ഓഫ് ചാർജസ് ആവാം. അപ്പോൾ അവിടേക്ക് പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും വരാറുണ്ട്. ദെൻ പൊട്ടൻഷ്യൽ എനർജി ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്, ഡയറക്റ്റ് ഫീൽഡിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്. സാധാരണ രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അവിടെ ഒരു ചാർജ് മാത്രമാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. 2 ചാർജ് വരുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്. ദ വർക്ക് ഡൺ ഇൻ കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് സിസ്റ്റം ഓഫ് 2 ചാർജ് ഈസ് സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. സോ ഫോർ എ സിസ്റ്റം ഓഫ് 2 ചാർജസ് U is equal to 1/4πε0 Q1 Q2 by R ആണ്. 3 ചാർജ് ആണെങ്കിലോ 1/4πε0 Q1 Q2 by R12 പ്ലസ് Q1 Q3 by R13 പ്ലസ് Q2 Q3 by R23. ഈ റിലേഷൻ ഓർത്ത് വെക്കുക. ഇനി എക്സ്റ്റേണൽ ഫീൽഡിലാണെങ്കിലോ ഡയറക്റ്റ് വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ദർ ഇൻ ടു ചാർജ്, ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പോയിന്റ്. സോ 2 ചാർജ് ഉണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് ഉണ്ടാവും, സെക്കൻഡ് ചാർജ് പ്ലസ് ബിറ്റ്വീൻ ദം ആൾസോ ദർ വിൽ ബി എ വർക്ക്. സോ അങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ ഡൈപോൾ, നിങ്ങളൊരു ഡൈപോൾ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഉണ്ടാവും നമ്മൾ കണ്ടു. ദെൻ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ടോർക്ക് ഈസ് സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ. U is equal to P into cos theta 0 minus cos theta. ഇതാണ് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി. അവിടെ theta 0 initially if it is kept at 90 degree to a theta, then it become negative PE cos theta, that is negative of P dot E എന്ന് എഴുതാം നമുക്ക്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ dipole stored in external electric field. The work done against the field, against the torque is stored as the potential energy of the dipole. ഇത്രയാണ് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ ചാപ്റ്ററിന്റെ സെക്കൻഡ് ഹാഫിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കപ്പാസിറ്ററും കപ്പാസിറ്റൻസും. വാട്ട് ഈസ് എ കപ്പാസിറ്റർ? ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് 2 കണ്ടക്ടേഴ്സ് separated by a small distance which can store charges. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ചാർജ് സ്റ്റോർഡ് Q will be directly proportional to the potential difference V. So Q is equal to C into V എന്നൊരു ഇക്വേഷൻ ആണ് അതിന്റെ പ്രിൻസിപ്പിൾ ആയി നമുക്ക് കിട്ടുന്നത്. Where C is the capacitance. ടെക്സ്റ്റ് ബുക്ക് ബേസിൽ നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. അതിന്റെ കപ്പാസിറ്റൻസ് C is equal to ε0 A/D, where ε0 is the permittivity of the free space, A is the area of the plate and D is the separation between the plates. ഡെറിവേഷൻ പഠിച്ചിരിക്കണം. C എന്ന് പറഞ്ഞാൽ Q/V ആണ്. Q ചാർജ് ആണ്. ഒരു 2 പ്ലേറ്റ് പാരലൽ പ്ലേറ്റ് ആണെങ്കിൽ അതിന്റെ ചാർജ് Q will be sigma into A ആയിരിക്കും. ദെൻ V എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. സോ പൊട്ടൻഷ്യൽ V is equal to E/D എന്ന ഇക്വേഷൻ നമുക്ക് എഴുതാം. സോ E into D will be V and E എന്നുള്ളത് സിഗ്മ ബൈ ε0 ആയിരിക്കും. ഫീൽഡ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ്. സോ C is equal to ε0 A/D എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ദെൻ അടുത്തതായിട്ട് C dash is equal to K into ε0 A/D ആണ്. If you insert a dielectric material in between the plates of a capacitor, അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ the capacitance increases. സോ കപ്പാസിറ്റേഴ്സിന്റെ ബേസിക്സ് ഇതാണ്. ഇനി ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റർ കമ്പൈൻ ചെയ്താൽ, സീരീസ് ഓർ പാരലൽ കമ്പൈൻ ചെയ്താൽ എന്തായിരിക്കും കപ്പാസിറ്റൻസ്? അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ പഠിച്ചിരിക്കണം. സീരീസിൽ കണ്ടു കഴിഞ്ഞാൽ 1/CS will be equal to 1/C1 plus 1/C2 plus 1/C3. കാരണം സീരീസിൽ കണ്ടു കഴിഞ്ഞാൽ ചാർജ് വിൽ ബി സെയിം, ദ പൊട്ടൻഷ്യൽ വിൽ ബി ഡിഫറെൻറ്റ്. സോ V will be Q/C എന്ന കൺസെപ്റ്റ് എന്നാണ് 1/CS is equal to 1/C1 plus 1/C2 plus 1/C3. The net capacitance decreases if you contain series. പക്ഷെ പാരലൽ കണ്ടു കഴിഞ്ഞാൽ CP, the net capacitance will be C1 plus C2 plus C3. കാരണം പാരലൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജ് വിൽ ബി സെയിം ബട്ട് ചാർജ് വിൽ ബി ഡിഫറെൻറ്റ്. സോ ടോട്ടൽ ചാർജ് Q will be Q1 plus Q2 plus Q3 എന്നൊരു കൺസെപ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് കിട്ടുന്നത്. സം ഓഫ് ദീസ് 3 വിൽ ബി. സോ അവിടെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആവും ഇഫ് യു കണ്ടക്ട് ഇൻ പാരലൽ. അതാണ് കപ്പാസിറ്റൻസിന്റെ കോമ്പിനേഷൻ്റെ പ്രത്യേകത. ഇനി ഒരു കപ്പാസിറ്ററിൽ ഹൗ മച്ച് വർക്ക് യു ഡു ഇൻ ചാർജിങ് ദ കപ്പാസിറ്റർ ഈസ് സ്റ്റോർഡ് ആസ് ദ
electrostatic potential energy of the capacitance is given by U is equal to half CV square in terms of capacitance and potential, then half into Q into V in terms of charge and potential, and Q by 2C in terms of charge and capacitance. ഓർത്തുവെക്കുക, ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കേണ്ടി വരും. ദ ഡെറിവേഷൻ ആൾസോ ഇമ്പോർട്ടൻറ്റ്. മുൻ വർഷങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സമീപകാലത്ത് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് ഇസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ചോദ്യം: വാട്ട് ഈസ് മെന്റ് ബൈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നുള്ളത് ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇക്വേഷൻ V is equal to 1/4πε0 Q by R. സോ R ഡിസ്റ്റൻസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ വിൽ ബി സെയിം. അങ്ങനെ ആ പോയിന്റുകൾ മൊത്തം ജോയിൻ ചെയ്ത് കിട്ടുന്ന സർഫസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സോ വാട്ട് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന കോൺസെപ്റ്റിൽ എ സർഫസ് which is formed by points which are equidistant from the source charge is called equipotential surface. ആ സർഫസിൽ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ്. ദെൻ ബി, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ചാർജ് മൂവ് ചെയ്യാൻ ഉള്ള വർക്ക് എത്രയാണെന്ന് ചോദ്യം. സോ വർക്ക് WA to B is equal to VB minus VA എന്നാണല്ലോ. Then equipotential surface നമുക്കറിയാം potential is same everywhere. At A also, at B also potential same. So work done will be 0. No work is done in moving a charge along the equipotential surface. കാരണം potential same ആണെങ്കിൽ this no. So this V into Q will be the work done here. WAB is equal to VB minus VA into Q. അതിൽ VA is equal to VB ആയതുകൊണ്ട് work is 0. ഓർത്തുവെക്കുക. Then അടുത്ത ചോദ്യം ഇതാണ്: draw the equipotential surface for a uniform electric field. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാനാണ്. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം പാരലൽ ലൈൻസ് ആണല്ലോ. സോ ദീസ് ആർ ദ പാരലൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ദെൻ പൊട്ടൻഷ്യൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുമ്പോൾ നമുക്ക് പ്ലെയിൻ ഷീറ്റ്സ് ആണ് വരയ്ക്കേണ്ടത്. സോ ദിസ് വേ യു ക്യാൻ ഡ്രോ ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ equipotential surface. There will be equidistance from between them. Parallel plane surfaces ആയിരിക്കും equipotential surface. ചോദ്യം കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ഫ്രം ദ ഫിഗർ ഗിവൺ ബിലോ. ഈ ഒരു ഫിഗറിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ്. 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഇത്. തന്നിരിക്കുന്നത് C1 C3 is 100 മൈക്രോഫാരഡ്. C1 C3 100 മൈക്രോഫാരഡ് ആണ്. C2 C4 is 200 മൈക്രോഫാരഡ്. C2 C4 200 മൈക്രോഫാരഡ് ആണ്. ഈ ഫിഗറിൽ നമുക്കറിയാം C1 C2 എന്താണ്? പാരലൽ കോമ്പിനേഷൻ ആണ്. C3 and C4 also parallel combination. Then they are in series combination. So between A and B നമുക്ക് കിട്ടും. So C1 100 ആണല്ലോ. So and C2 200 ആണ്. So this is 100. This also 100 and this is 200 and this also 200. In parallel combination you have to add 2. So 100 plus 200, that is 300, and here also 300. And in series combination നമുക്ക് ഇങ്ങനെ എഴുതാം for 2 combinations: C dash into C double dash by C dash plus C double dash. 1 by C dash plus 1 by C double dash, that is what 1 by CS. So LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ CS C dash into C double dash by C dash plus C double dash എന്ന് കിട്ടും for 2 capacitors. ഇവിടെ രണ്ടെണ്ണം 300 മൈക്രോഫാരഡ്സിനാണല്ലോ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 300 into 300 by 300 plus 300. So 300 plus 300 is 600. You can cancel. So it will become 600 and this cancels 2. So it is 150 microfarad. That is a net consumption. Now it can be done this way also. For n number of similar capacitors in series, CS is equal to C by n. അപ്പോൾ ഇവിടെ 300 മൈക്രോഫാരഡിൻ്റെ രണ്ടെണ്ണം സീരീസിലാണ് വന്നിരിക്കുന്നത്. സോ 300 by 2, that is 150 മൈക്രോഫാരഡ് എന്നൊരു ഷോർട്ട് കട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെയിം വാല്യൂസ് ആണ് എല്ലാ കപ്പാസിറ്റേഴ്സും എങ്കിൽ. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സോ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഒരു ചോദ്യമാണ്, ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം: ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജ് ഇസ് ആസ് ഷോൺ ഇൻ ഫിഗർ.
Positive charge and field lines will be away from the charge. And negative charge, field lines are towards the charge. So electric field lines due to a dipole, electric field line due to system of two positive charge, this figure is textbook figure. I hope you will refer it. So give the sign of potential difference Vp minus Vq. P is near to and Q is far away. For a positive charge is moving away the field lines. So here Vp will be larger and Vq will be smaller, the distance. So Vp minus Vq will be always a positive here. Bigger minus smaller. So it will be positive. Textbook will solve the example another. So please note that solved examples in the question under board examination. Give the sign of the work done by the field in moving a small positive charge from Q to P. In Q to P oru charge move cheyanengil, what is the sign of the work done? It will be what? Vp minus Vq is positive anallo. So that this work done also will be positive. Then that will be equal to Vq minus Vp into Q. Now, what is the shape of the equipotential surface near the charge? If the equipotential surface in the shape, it will be spherical because it's a point charge. The equipotential surface due to a point charge is spherical in shape. Orthoka concepts. 3 mark in the ചോദ്യമായിരുന്നത് 2018 മാർച്ച് ചോദിച്ചതാണ്. Repeat the equipotential surface in the here and there repeated the question. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്. A dielectric slab is placed between the plates of a parallel plate capacitor. Its capacitance. ഒരു parallel plate capacitorനെ ഇടയിൽ dielectric slab introduce ചെയ്തു. So what happens with capacitance? It of course it increases. നമുക്കറിയാം K times it increases. അല്ലേ? നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് C dash is equal to K times epsilon 0 A by D. So K times it increases. The dielectric constant ആയിരിക്കും അത്ര ഇത് കൂടും. Then B. Derive an expression for energy stored in a capacitor. ഒരു കപ്പാസിറ്ററിൽ ചോദിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദ്യം. എനർജി നമ്മൾ പറഞ്ഞു the work done in storing the charge എന്നുള്ള കൺസെപ്റ്റ്. സോ കപ്പാസിറ്ററിലെ the work done dW is equal to നമുക്ക് ഇങ്ങനെ എഴുതാലോ, വേണമെങ്കിൽ ഒരു സ്മോൾ ചാർജ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ V into dQ, where V is a potential difference. That we can write as Q by C into dQ. Now the total work done W will be integral Q by C dQ. Then the charge Q we are giving. So that's equal to 1 by C into integral Q dQ. So Q dQ is Q square by 2. So that is Q square by 2 into C. Is the expression for the work done, and that is stored as the electrostatic potential energy of a capacitor. U is equal to Q square by 2C. This method ഉപയോഗിച്ച് derive ചെയ്യാം. So keep in mind this idea. Okay, അടുത്തൊരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. You are given two capacitors having capacitance C1 and C2. Derive an expression for the equivalent capacitance in series and in parallel combinations. Series and parallel combination രണ്ടിനും എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 മാർക്കിന് ചോദ്യമായിരുന്നു ഇത്. സോ ഓർത്തുക, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് കോമ്പിനേഷനിൽ ചാർജസ് വിൽ ബി സെയിം ബട്ട് പൊട്ടൻഷ്യൽ വിൽ ബി ഡിഫറെൻറ്റ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് V is equal to V1 plus V2 എന്നാണ്. ദെൻ അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? Q by C is equal to Q by C1 plus Q by C2. Q cancel out, so we get 1 by C is equal to 1 by C1 plus 1 by C2 എന്ന ഇക്വേഷൻ കിട്ടും. അത് സീരീസ് കോമ്പിനേഷനിൽ. ഇനി പാരലൽ കോമ്പിനേഷനിലോ വോൾട്ടേജ് വിൽ ബി സെയിം. സോ Q is equal to Q1 plus Q2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഈ രണ്ട് ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ രണ്ട് ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, 4 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ ആൻഡ് ദർ ഇറ്റ്സ് റിപ്പീറ്റഡ്. സേ പരീക്ഷകൾക്കും മറ്റു പരീക്ഷകൾക്കും ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. അതിൻ്റെ ബി പാർട്ട് ഇതാണ്, ഒരു 1 മാർക്കിൻ്റെ ചോദ്യം. ദ വേരിയേഷൻ ഓഫ് ചാർജ് ഓൺ എ കപ്പാസിറ്റർ വിത്ത് വോൾട്ടേജ് V is shown in the figure. ചാർജ് എല്ലാം വൈ ആക്സിലും വോൾട്ടേജ് എല്ലാം എക്സ് ആക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ട്. ദെൻ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ OAB റെപ്രസെൻറ്റ്സ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തിനാണ് റെപ്രസെൻ്റ് എന്നാണ് ചോദിക്കുന്നത്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ഹാഫ് ബേസ് വോൾട്ടേജ് ഇൻറ്റു Q the charge, half Q into V or QV by 2, that is nothing but the energy,
So option capacitance, capacitor reactance, electric field between the plates, energy stored in the capacitor for his answer. So area of the triangle or area between the graph of charge voltage gives you the energy stored in the capacitor. ആ ഒരു കൺസെപ്റ്റ് കൂടെ ഇവിടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. An equipotential surface is a surface with constant value of potential at all points on the surface. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ചോദ്യം. What is the amount of work done in moving a 2 microcoulomb charge between 2 points at 3 cm apart on equipotential surface? നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു ഡിഗ്രി ആണല്ലോ. ഞാൻ പറഞ്ഞു ഇക്വിപ്പൊട്ടൻഷ്യൽ പല തവണയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ചോദ്യമാണ്. നമ്മൾ പറഞ്ഞു ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റ് മറ്റൊരു പോയിന്റിലേക്ക് ചാർജ് മൂവ് ചെയ്യാൻ ദ വർക്ക് ഡൺ ഇസ് 0. സോ ഇവിടെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദ വർക്ക് വിൽ ബി 0 there. Why? VA is equal to VB എന്ന കൺസെപ്റ്റ്. B. 2 capacitors are connected as shown in the figure. 20 microfarad C. Then 12 volt battery കൊടുത്തിട്ടുണ്ട്. If the equivalent capacitance of the capacitor is 4 microfarad ആണെങ്കിൽ calculate the value of C. C കണ്ടുപിടിക്കണം. Equivalent 4 microfarad തന്നിട്ടുണ്ട്. So here 20യും Cയും എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? സീരീസ് കോമ്പിനേഷൻ ആണല്ലോ. In series combination we know CS is equal to C1 into C2 by C1 plus C2 എന്ന് എഴുതാം. The shortcut 1 by C1 plus 1 by C2 is equal to 1 by CS ആണല്ലോ. സോ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ 4 microfarad ആണ് തന്നിട്ടുണ്ട്. That is 4 microfarad. Then C1 20 ആണ്. So 20 into C2 by 20 plus C2 is equal to 4 microfarad ആണ്. So it will be equal to 20 into C2 is equal to, you multiply it, cross multiply, 4 into 20, 80 plus 4 C2. Rearrange ചെയ്യാം. 4 C2 കൂടെ എടുത്താൽ 20 minus 4, that is 16. So 16 C2 is equal to 80. Then C2 is equal to 80 by 16. So 80 by 16 means you can cut short with the 16 itself. It will become how much? 5 times. So C2 is equal to 5 microfarad. So answer is here 5 microfarad. It's a numerical question, so please take care of 2 marks. Second part, calculate the charge on each capacitor. Charge Q is equal to C into V എന്നാണല്ലോ. So charge on each capacitor will be same, we know. So net capacitance ഇവിടെ വന്നിരിക്കുന്നത് 4 microfarad ആണ് and voltage is 12 volt. So Q is equal to how much? C into V. Then 3. What will be the potential drop across each capacitor? So charge കിട്ടി കഴിഞ്ഞാൽ V1 will be Q by C1 and V2 will be Q by C2 എന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. Then C. 2 metallic spheres of same radii, one hollow and one solid, are charged to the same potential. Which will hold more charge? ഒരു hollow and one solid 2 shells ഉണ്ട്. രണ്ടും charged to the same level. Which hold more എന്ന കൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദ്യം അനുസരിച്ച് രണ്ടും സെയിം പൊട്ടൻഷ്യലിലേക്കാണ് ഇസ് ചാർജ്ഡ്. Then we know Q is proportional to V. If V is same, then Q will be same. So here both will hold the same charge എന്നാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. സോ ഇവിടെ നമ്മൾ കണ്ടത് ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസ്, കപ്പാസിറ്റൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. ഓർത്തിരിക്കുക. ഹിയർ ആൻഡ് ദർ ഇറ്റ്സ് റിപ്പീറ്റഡ്. ദെൻ റിപ്പീറ്റ് ചെയ്യാത്തൊരു ടോപ്പിക്കുകളാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ലൈക്ക് കോൺസെപ്റ്റ്, then potential energy of system of charges. ഒന്ന് റെഫർ ചെയ്തിരിക്കുക. സോ യു ക്യാൻ സ്കോർ ദ 4 marks ഫ്രം ദിസ് ചാപ്റ്റർ. നമുക്ക് അടുത്തൊരു ചാപ്റ്റർ നോക്കാം, ദ കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് 6 മാർക്കിന് ചോദ്യം വരെ നമ്മുടെ ബോർഡ് എക്സാമിന് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. തീർച്ചയായിട്ടും നല്ല വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ചാപ്റ്ററും കൂടെയാണിത്. കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലെത്തേണ്ടത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കണം. ബേസിക്കലി കറണ്ട് എന്താണെന്ന് അറിയാം. ഇറ്റ്സ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. I is equal to dq by dt എന്ന് നമുക്ക് എഴുതാം, or simply q by t, the amount of charge flowing per unit time. Drift velocity എന്നുള്ള കൺസെപ്റ്റ്, the speed of the electrons or charge carriers under the effect of external potential difference or external field, അതിനാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, vd is equal to minus e tau by m, where e is the charge of electron, capital E is the electric field intensity, tau is the relaxation time. Relaxation time എന്ന് പറഞ്ഞാൽ time between two successive collisions. Free electrons move ചെയ്യുമ്പോൾ they collide between them and also with the ions. അപ്പോൾ രണ്ട് collisions എടുക്കുന്ന ടൈമിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്.
divided by m. M is the mass of the electron. ഇത്രയും കാര്യങ്ങളാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ അർത്ഥിരിക്കേണ്ടത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സ് ടൈം ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇ ആൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് നമുക്ക് എഴുതാം. ഇ ബൈ എം ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ ചാർജ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും നമ്മുടെ റിലേഷൻ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഇക്വേഷൻ എന്ന് വിളിക്കും. I is equal to NEAVD, where the small n is called number density of charges. E charge of electron, A is the area of cross section of the conductor, and VD is the drift velocity. So I is proportional to VD for a given conductor. തമ്മിലുള്ള റിലേഷൻസ് ഡ്രൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ വി ക്യാൻ ഡു ഇറ്റ്. ദെൻ കറണ്ട് പെർ ഏരിയ I by A എന്നുള്ളതിനെ നമ്മൾ കറണ്ട് ഡെൻസിറ്റി J എന്ന് വിളിക്കും. J is equal to I by A and that is equal to NE into VD. Current density is the amount of current flowing per unit cross section area. Ohm's law യും potential difference നമുക്ക് ലിങ്ക് ചെയ്യാലോ. Ohm's law gives that V is equal to I into R. Potential difference across ends of a conductor is directly proportional to intensity of current passing through it at constant temperature. And R is the resistance, so V is equal to I into R എന്ന് നമുക്ക് എഴുതാം. Then resistivity ഒരു term. Resistivity is the resistance offered per unit length of the conductor per unit length and cross sectional area. Resistivity is given m by n e square tau. In terms of relaxation time നമുക്ക് resistivity എങ്ങനെ എഴുതാം? Where m is the mass of the charge, n number density of electrons, e charge of electron and tau is the relaxation time. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക് കൂടെയാണ് ഇത്. Relaxation time changes only with respect to temperature. If temperature increases, relaxation time decreases. ഓർത്തിരിക്കുക. സോ അതുകൊണ്ടാണ് കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയും, റെസിസ്റ്റിവിറ്റി കൂടും. എൻ ഒരു ചേഞ്ച് ഉണ്ടാവില്ല കണ്ടക്ടേഴ്സിന്. നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഡസ് നോട്ട് ഇൻക്രീസ് ഓർ ചേഞ്ചസ്. ബട്ട് സെമി കണ്ടക്ടറിൽ ഈ നമ്പർ ഡെൻസിറ്റി കൂടും. കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സെമി കണ്ടക്ടേഴ്സിൽ. അങ്ങനെ ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പം എൻ കൂടുതലാവും. ടോ വിൽ ഡിക്രീസ് ഓഫ് കോഴ്സ്, ദെൻ റോ വിൽ ഡിക്രീസ്. റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടെമ്പറേച്ചർ. ഈ ഇക്വേഷനാണ് നമുക്ക് ആ കോൺസെപ്റ്റ് കിട്ടുന്നത്. സോ കോപ്പർ ആൻഡ് സിലിക്കൺ, ഇഫ് യു ടേക്ക് ഇറ്റ്, കോപ്പർ ഇസ് എ കണ്ടക്ടർ, സിലിക്കൺ ഇസ് എ സെമി കണ്ടക്ടർ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഹൗ റെസിസ്റ്റിവിറ്റി ചേഞ്ചസ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ച് ചോദ്യം വരാറുണ്ട്, ഡയറക്റ്റ് എൻ്റെ റിലേഷൻ ചോദിക്കാറുണ്ട്. ഓർത്ത് വെക്കുക. ദെൻ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, അത് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കും, സിഗ്മ, ദാറ്റ് ഇസ് എൻ ഇ സ്ക്വയർ ടോ ബൈ എം. ദ എക്സാക്ട് ഓപ്പോസിറ്റ്. കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ്, റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും. ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റിവിറ്റി ഈസ് വെരി ഹൈ ബട്ട് കണ്ടക്ടിവിറ്റി ഈസ് വെരി ലോ. എന്താ കൺസെപ്റ്റ്? സെമി കണ്ടക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ. കറണ്ട് ഡെൻസിറ്റിയും കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ J is equal to sigma into E. This is known as the vector form of Ohm's law. തമ്മിലുള്ള റിലേഷൻ ഓർത്ത് വയ്ക്കുക. So J is the current density, that is current by area, NE into VD we can write, and VD is EE tau by M, so you can substitute and do it. ഇത്രയും കാര്യങ്ങൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് അതർ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനിഷ്യലി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് മൊബിലിറ്റി. The magnitude of the drift velocity per unit electric field or per the external electric field is called the mobility. Mu is equal to VD by E. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിലൊരു റിലേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇൻ ടേംസ് ഓഫ് റിലാക്സേഷൻ ടൈം. അതല്ലാതെ തന്നെ റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഫോർ എ കണ്ടക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം. റോ ഇസ് ഇക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T മൈനസ് T0, where rho 0 is the resistivity at temperature T0 and rho is the resistivity at temperature T. Alpha is the temperature coefficient of the material. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫർദർ ടെമ്പറേച്ചറിനുള്ള റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാം. സെയിം കോൺസെപ്റ്റ് ഇസ് ഫോർ റെസിസ്റ്റൻസ് ഓൾസോ. ഓർത്ത് നോക്കുക, റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ചേഞ്ചസ് ഓൺലി വിത്ത് ടെമ്പറേച്ചർ, നോട്ട് വിത്ത് ലെങ്ത് ഓർ ഡയമെൻഷൻസ്. നേച്ചറും അതുപോലെ ടെമ്പറേച്ചറും വരുമ്പോൾ മാത്രമേ റെസിസ്റ്റിവിറ്റി മാറത്തുള്ളൂ. റെസിസ്റ്റൻസ് പക്ഷേ ലെങ്ത് മാറുമ്പോഴും ഡയമെൻഷൻസ് മാറുമ്പോഴൊക്കെ മാറും. ഓർത്തിരിക്കുക. റെസിസ്റ്റൻസിന്റെ ബേസിക് ഇക്വേഷൻ R is equal to rho into L by A എന്നാണ്. റെസിസ്റ്റൻസ് is directly proportional to length and inversely proportional to cross section area.
അവിടെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇഫ് യു സ്ട്രെച്ച് എ വയർ, കുറേ പലതവണയായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഇഫ് യു സ്ട്രെച്ച് എ വയർ, ലെങ്ത്തും ചേഞ്ച് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യും. ലെങ്ത് കൂടും ഇഫ് n ടൈംസ്, ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ബൈ n ടൈംസ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടോ, ഇഫ് n ടൈംസ് ചേഞ്ചസ് ഹിയർ, ഇഫ് സ്ട്രെച്ച് ടു n ടൈംസ്, then r dash will be n square into r. കാരണം L n times increase ചെയ്യും, length will increase by n times. Same time, area of cross section will decrease by n times. So n square will come, then that is times resistance will be changed. Please keep in mind. Then resistance combination, series combination, parallel combination. Series combination RS will be R1 plus R2. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. Parallel combination 1 by Rp is equal to 1 by R1 plus 1 by R2. രണ്ടിനും ഡെറിവേഷൻസ് ഓർത്തിരിക്കണം. സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് വിൽ ബി സെയിം ബട്ട് വോൾട്ടേജ് വിൽ ബി ഡിഫറെൻറ്റ്. സോ V is equal to V1 plus V2 എന്ന കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് വിൽ ബി സെയിം, കറണ്ട് വിൽ ബി ഡിഫറെൻറ്റ്. അവിടെ I is equal to I1 plus I2 എന്നുള്ള കൺസെപ്റ്റും ഉപയോഗിക്കണം. എന്നിട്ട് ഓംസ് ലോയിൽ നിന്നും V is equal to I into R എന്ന ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് എക്സ്പ്രഷനും നമുക്ക് കിട്ടുന്നത്. ചില സമയങ്ങളിൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, സോ ഓർത്ത് വെക്കുക. മറ്റൊരു ടോപ്പിക് അറിഞ്ഞിരിക്കേണ്ടത് കാർബൺ റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. റെസിസ്റ്ററുകൾ നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നത് രണ്ട് ടൈപ്പാണ്, വയർ റെസിസ്റ്റേഴ്സും കാർബൺ റെസിസ്റ്റേഴ്സും. വയർ റെസിസ്റ്റേഴ്സിനാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് R is equal to rho into L by A, ലെങ്ത്തും ക്രോസ് സെക്ഷൻ ഏരിയയും അനുസരിച്ച് റെസിസ്റ്റൻസ് മാറും എന്നുള്ള കാര്യം. കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഒരു കളർ കോഡ് ഉപയോഗിച്ചാണ് കാണുക. ഇങ്ങനെ ഒരു കാർബൺ റെസിസ്റ്റർ എന്നല്ല, അതായത് കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാവും. 4 കളേഴ്സാണ് സാധാരണ ഉണ്ടാവുക, 3 അടുത്തും 1 എക്സ്ട്രാ. ആദ്യത്തെ 3 നമുക്ക് സിഗ്നിഫിക്കൻറ്റ് വാല്യൂസ് ഓഫ് ദ റെസിസ്റ്റൻസ് തരും. അതിനൊരു കോഡുണ്ട്, BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് വിത്ത് ഗോൾഡ് സിൽവർ നെക്ലേസ് എന്നൊരു കൺസെപ്റ്റിൽ. സോ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ ആൻഡ് വൈറ്റ്, ദെൻ ഗോൾഡ്, സിൽവർ, ദെൻ നോ കളർ എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ആദ്യത്തെ കളർ, ആദ്യത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, രണ്ടാമത്തെ കളറും രണ്ടാമത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, മൂന്നാമത്തെ കളർ പവർ ഓഫ് 10 മൾട്ടിപ്ലയർ ആണ് തരുന്നത്, 4ാമത്തെ കളർ ടോളറൻസ് തരും. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് ഉപയോഗിച്ചിട്ട് കളർ കോഡിൻ്റെ ചോദ്യം വരാറുണ്ട്. ഒരു പക്ഷേ വാല്യൂസ് തരും, എന്നിട്ട് കറസ്പോണ്ടിങ് കളേഴ്സ് ചോദിക്കും, ഇല്ലെങ്കിൽ കളർ തന്നിട്ട് വാല്യൂ എഴുതാൻ പറയാറുണ്ട്. കാർബൺ റെസിസ്റ്റേഴ്സ് കളർ കോഡ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. മറ്റൊരു ടോപ്പിക്കാണ് EMF ആൻഡ് ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ല് നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ബി ദ EMF, വാട്ട് ബി ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇന്റർണൽ റെസിസ്റ്റൻസ്. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷനാണ് E is equal to V plus I into R. E എന്ന് പറഞ്ഞാൽ EMF ആണ്, V എന്ന് പറഞ്ഞാൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ദ വോൾട്ടേജ് അക്രോസ് ദ എൻഡ്സ് ഓഫ് എ സെൽ വെൻ നോ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്, അതാണ് EMF. വെൻ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ഇറ്റ്, ദെൻ ദാറ്റ് ഇസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ടും സെയിം യൂണിറ്റ് തന്നെയാണ്, വോൾട്ട് എന്നാണ് യൂണിറ്റ്. Then R is the internal resistance, that is the resistance offered by the electrolyte of the cell against the flow of current through it. That is the internal resistance എന്ന കൺസെപ്റ്റ്. ഇനി നമുക്ക് I കണ്ടുപിടിക്കാം, I is equal to E by R plus R. അതേപോലെ തന്നെ R കണ്ടുപിടിക്കാം, internal resistance E minus V by I. മോഡിഫൈ ചെയ്താൽ E by V minus 1 into R എന്നും എഴുതാം. EMF by terminal potential difference minus 1 into R, internal resistance എന്ന് എഴുതാം. For a pure cell, internal resistance will be very small. Internal resistance കൂടുന്തോറും the terminal potential difference കുറഞ്ഞുകൊണ്ടിരിക്കും. സോ സെൽ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയുന്നതായിരിക്കും. കൂടുതൽ സെല്ലുകൾ കണക്ട് ചെയ്താൽ സീരീസ് ഓർ പാരലൽ കണക്ഷൻ ചെയ്യാം. സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഐ വിൽ ബിക്കം N times E by R plus NR എന്ന് വരും ഇൻ സീരീസ് കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിലോ E by MR plus small r എന്നും വരും. ആ കോൺസെപ്റ്റ് ഒന്ന് ഓർത്തുക. സെയിം വാല്യൂസ് ഓഫ് EMFസും ഉള്ള സെൽസ് സീരീസ് ആൻഡ് പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ ഇക്വേഷൻ ഇത് അപ്ഡേറ്റ് ചെയ്യാം. EMF will become, net EMF will be N times E will be by R plus NR will come. So internal resistance വളരെ ചെറുതാണെങ്കിൽ better to connect them in series combination, then maximum current നമുക്ക് കിട്ടും. സെൽ നെറ്റ് കോമ്പിനേഷൻസ് ആണ്. സെൽ ആൻഡ് ദിസ് EMFs, then resistors, അതിൻ്റെ ഗ്രൂപ്പ് കോമ്പിനേഷൻ നെറ്റ്വർക്ക്സ് സോൾവ് ചെയ്യാൻ കിർച്ചോഫ് ലോസ് നമുക്ക് ഉപയോഗിക്കാം. ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും ഉണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്.
അതിൻ്റെ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന രൂപമാണ് മീറ്റർ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് 4 റെസിസ്റ്റേഴ്സ് P, Q, R, S. Then when bridge is balanced, we'll say P by Q is equal to R by S. Ratio of corresponding resistances will be same. ആ ഒരു ഐഡിയ വെച്ചിട്ട് മീറ്റർ ബ്രിഡ്ജ് നമുക്ക് പ്രാക്ടിക്കലി ഉപയോഗിക്കാം. ഒരു നോൺ റെസിസ്റ്റൻസ് R ഉണ്ടാവും, അൺനോൺ റെസിസ്റ്റൻസ് S ഉണ്ടാവും. Then L is the balancing length, then 100 minus L is the other part of the length. Then നമുക്കറിയാം അൺനോൺ റെസിസ്റ്റൻസ് X is equal to R into L by 100 minus L എന്ന് എഴുതും. മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കുറേ ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. അടുത്തൊരു കൺസെപ്റ്റ് പൊട്ടൻഷ്യോമീറ്റർ ആണ്. The potentiometer is the device used to measure the potential difference between across the ends of a wire or across a wire length. Is given the potential drop V is proportional to L always, length of the wire. രണ്ട് കാര്യങ്ങൾക്കാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. To compare the EMFs and to find the internal resistance of a cell. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം, രണ്ട് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു പഠിക്കണം. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് കമ്പാരിസൺ ഓഫ് EMFസിൻ്റെതാണ്. ഇവിടെ തന്നെ ഒരു സെല്ലും ഒരു റെസിസ്റ്റൻസ് ബോക്സും കണ്ടിരുന്നാൽ അത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഇന്റർണൽ റെസിസ്റ്റൻസ്. പ്രൈമറി സർക്യൂട്ട് ഉണ്ടാവും, സെക്കൻഡറി സർക്യൂട്ട് ഉണ്ടാവും. വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴായിട്ട് ചോദ്യം വരുന്നുണ്ട്. കമ്പാരിസൺ വേവ്ഫോമിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. E1 by E2 വിൽ ബി L1 by L2. ആൻഡ് ഇന്റർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R is equal to L1 by L2 minus 1 into R, where L1 and L2 are the balancing length corresponding to EMF and potential difference. ഈ ഒരു ഐഡിയയിലാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്. സോ പൊട്ടൻഷ്യോമീറ്ററിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എനി സെഗ്മെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദാറ്റ് വയർ ഇഫ് കോൺസ്റ്റന്റ് കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ. ചോദ്യങ്ങൾ വരാറുണ്ട്. മീറ്റർ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. അത് പ്രൂവ് ചെയ്തിരിക്കുന്നത് കിർച്ചോഫ് റൂൾസ് ഉപയോഗിച്ചാണ്, ജംഗ്ഷൻ റൂളും അതേപോലെ തന്നെ ലൂപ്പ് റൂൾ ഉപയോഗിച്ചിട്ട്. ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കുക. 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. നിങ്ങളുടെ ടോപ്പ് പെർസെൻറ്റേജിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ചാപ്റ്ററും കൂടിയാണത്. എങ്ങനെയൊക്കെയാണ് ഇതിന് ചോദ്യം വന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ചോദ്യം ഇതാണ്. ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ടു ഫൈൻഡ് ആൻ അൺനോൺ റെസിസ്റ്റൻസ് യൂസിങ് എ മീറ്റർ ബ്രിഡ്ജ് ഈസ് ഷോൺ ബിലോ. ഒരു മീറ്റർ ബ്രിഡ്ജ് നമ്മൾ നേരത്തെ കണ്ട അതേ പിക്ചറോട് തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ മീറ്റർ ബ്രിഡ്ജ്? മീറ്റർ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? സോ നമുക്ക് ഇങ്ങനെ എഴുതാം. മീറ്റർ ബ്രിഡ്ജ് ഈസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. An arrangement of 4 resistors as the sides of a quadrilateral. Then at the balanced condition the ratio of corresponding resistances are equal എന്നാണ് ഐഡിയ. ആ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. P by Q is equal to R by S എന്ന ഐഡിയ. ഇതാണ് പ്രിൻസിപ്പിൾ. ഒരു മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ. സബ് ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട്. B, if the balance point is found to be at 39.5 centimeter from the end A, the resistor S is of 12.5 ohm. Determine the resistance R. So ഈ R നമുക്ക് കണ്ടുപിടിക്കണം. S തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്. Then why are the connections between resistors in a meter bridge made of thick copper strips? മീറ്റർ ബ്രിഡ്ജിലെ ഈ റെസിസ്റ്റേഴ്സും തമ്മിലുള്ള വയേഴ്സ് തിക്കായിരിക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം, തിക്കാകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓർ ദ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വിൽ ബി വെരി നെഗ്ലിജിബിൾ എന്ന കൺസെപ്റ്റിലേക്കാണത്. ഇറ്റ് ഷുഡ് നോട്ട് എഫക്ട് ദ സർക്യൂട്ട്. അതിനു വേണ്ടിയാണ് തിക്ക് സ്ട്രിപ്സ് ആക്കി വെക്കുന്നത്. ഇതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാലോ. R by S is equal to L by 100 minus L എന്ന് എഴുതാലോ. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? R ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ R is equal to L into S by 100 minus L എന്ന് എഴുതാം. ഈ കേസ് ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓർത്തിരിക്കുക. സോ L തന്നിട്ടുണ്ട് 39.5 സെന്റിമീറ്റർ. ദെൻ 100 minus L you find. S എന്ന് പറഞ്ഞിട്ടുണ്ട് 12.5. സോ അത് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം. If the galvanometer and cell are interchanged at the balance point of the bridge, would the galvanometer show any current? Interchange ചെയ്ത് കഴിഞ്ഞാലും, ബാലൻസിങ് പോയിന്റ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും there will be no current passing through the galvanometer. കാരണം ബാലൻസ് പോയിന്റിലെ the current through galvanometer is 0. ഇതാണ് ചോദ്യം വന്നിരുന്നത്. ഓർത്തിരിക്കുക. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഇത്. ഈ ചാപ്റ്ററിൽ 6 മാർക്കിന്റെ ചോദ്യമാണ് സാധാരണ ഇതിൽ എല്ലാ ബോർഡ് എക്സാമിനും വരാറുള്ളത്. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. The temperature dependence of resistivity of a material is shown below.
റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻസ് ആണ് ഈ ഗ്രാഫിൽ ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുന്നു. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു, റോ ഈസ് ഈക്വൽ ടു m/n(E²τ) എന്ന റിലേഷൻ വെച്ചിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയും, അതോടൊപ്പം തന്നെ നമ്പർ ഡെൻസിറ്റിയും കൂടുന്ന ഒരു കേസ്. സെമി കണ്ടക്ടർ കേസായിരുന്നു പറഞ്ഞത്. നമ്പർ ഡെൻസിറ്റി കൂടുന്നത് കാരണം റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഡിക്രീസ്. സോ ഈ കൺസെപ്റ്റ് സെമി കണ്ടക്ടറിൻ്റെ ഗ്രാഫാണ്. സിലിക്കൺ മേ ബി, ഒരു ജർമേനിയം മേ ബി. അടുത്ത ഭാഗം, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് ആവറേജ് കൊളിഷൻ ടൈം ഫോർ ദ ഇലക്ട്രോൺ. ഈ കൺസെപ്റ്റാണ് ആ ചോദ്യം. റോ ഈസ് ഈക്വൽ ടു m/n(E²τ) നിങ്ങൾ എഴുതാം. 2 മാർക്കിന് മറ്റൊരു ചോദ്യം. സോ ഗ്രാഫ് കണ്ടിട്ട് സിലിക്കൺ അല്ലെങ്കിൽ കോപ്പർ എന്നൊക്കെ ചോദിക്കും. അതിൽ കണ്ടക്ടർ ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. സെമി കണ്ടക്ടേഴ്സിന് ഇറ്റ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. സോ ഇസ് എ ഗ്രാഫ് ഫോർ സെമി കണ്ടക്ടേഴ്സ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം റെസിസ്റ്റിവിറ്റിയെ കുറിച്ചുള്ളതാണ്. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മെറ്റീരിയൽ, ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ഏരിയ, ഇറ്റ്സ് ലെങ്ത്, ഓൾ ഓഫ് ദി അബോവ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്തിനു മാത്രമേ ഉള്ളൂ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ ഓൺലി. റെസിസ്റ്റൻസ് എന്ന് ചോദിക്കുമ്പോഴാണ് ക്രോസ് സെക്ഷൻ ഏരിയയും ലെങ്ത്തും കൊടുക്കേണ്ടത്. ബിക്കോസ് റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഡയമെൻഷൻസ് ഓഫ് ദ കണ്ടക്ടർ. ആ മെറ്റീരിയൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ദെൻ ടെമ്പറേച്ചർ ആൾസോ. സോ അത് ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. ഒരു ചോദ്യം കൂടി ഇതിലുണ്ട്. കാൽക്കുലേറ്റ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട്. ഇതാണ് ആ സർക്യൂട്ട്. ഇവിടെ നമുക്ക് 4 റെസിസ്റ്റൻസസ് ഉണ്ട്. ദെൻ എ വോൾട്ടേജ് ഇസ് ദർ 4 വോൾട്ട്. വാട്ട് ഇസ് ദ നെറ്റ് കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്? അപ്പോൾ അതിന് ആദ്യം നമുക്ക് നെറ്റ് റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. R1 എന്നുള്ള റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. ഞാനിതിനെ R2 എന്ന് വിളിക്കുകയാണ്. ഇത് R3 ആൻഡ് ദിസ് വൺ ഈസ് R4. സോ ഇവിടെ ഒരു ക്ലോസ്ഡ് എൻഡ് ആണ്. R2 ആൻഡ് R3 ആർ പാരലൽ ടു ഈച്ച് അതർ. രണ്ടും 8 ohms ആണല്ലോ. ഫൈൻ. ദെൻ ടുഗദർ ദേ ആർ 3 വിൽ ബി ഇൻ സീരീസ് എന്നൊരു കൺസെപ്റ്റ് എടുക്കാം. സോ R2 ആൻഡ് R3 ആർ പാരലൽ. നമുക്ക് കിട്ടും R' വിൽ ബി, രണ്ടും 8 ohm ആയതുകൊണ്ട് സെയിം വാല്യൂസ് ആണെങ്കിൽ നമുക്ക് R/n എന്നെടുക്കാം. ദാറ്റ് ഈസ് 8/2, ദാറ്റ് ഈസ് 4 ohm. നൗ ഓൾ 3 ഇൻ സീരീസ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫക്റ്റീവായിട്ട് ഇവിടെ നമുക്ക് 4 ohm എന്നുള്ള കൺസെപ്റ്റ് കിട്ടും ഈ രണ്ട് 8 ohmനും. ദെൻ 2, 4 ആൻഡ് 2 ആർ ഇൻ സീരീസ്. 2 + 2 4 + 4 8 ohms എന്ന ആൻസർ കിട്ടും. സോ ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to 8 ohm എന്നാണ് ഫൈനൽ ആൻസർ. വോൾട്ടേജ് 4 volt ആണ്. സോ V is equal to 4 volt. Then that gives I is equal to V/R. That is 4/8. That is 1/2. So 0.5 ampere ആണ് കറണ്ട് പാസ് ചെയ്യുന്നത് ഈ സർക്യൂട്ടിലൂടെ. സോ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന കൺസെപ്റ്റിലൂടെ അതിലുണ്ട് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ സ്കീം. ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം. എ പൊട്ടൻഷ്യോമീറ്റർ ഇസ് എ ഡിവൈസ് ടു മെഷർ EMF ഓഫ് എ സെൽ. Explain how the EMFs of 2 cells can be compared using a potentiometer. നമ്മളെ ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾ എഴുതിയിട്ട് ഇക്വേഷൻ ചെയ്യുന്ന കാര്യമാണിത്. ഞാൻ നേരത്തെ കാണിച്ചുന്ന ഡയഗ്രാമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. വീഡിയോ പോസ് ചെയ്ത് ഞാൻ ഡയഗ്രാം കിട്ടും, വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. 2 cells സെക്കൻഡറി കണക്ട് ചെയ്യണം. 2 primary cells E1 and E2 have the EMFs. Then E1 is proportional to L1 and E2 is also proportional to L2. If you compare them, E1/E2 will be L1/L2. ഈ ഒരു കൺസെപ്റ്റ് ആണ് അതിൻ്റെ തിയറി. EMF or voltage drop across any length of the wire is directly proportional to the length. അതാണ് കൺസെപ്റ്റ്. വരച്ചു പഠിക്കുമല്ലോ, തീർച്ചയായിട്ടും പഠിക്കുക, ക്വസ്റ്റ്യൻ വരാറുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. വീണ്ടും പൊട്ടൻഷ്യോമീറ്റർ എന്ന് ചോദിച്ച മറ്റൊരു വർഷം ചോദിച്ച ചോദ്യമാണിത്. ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ ഫോർ ഡിറ്റർമൈനിങ് ദ EMFs E of a cell of negligible internessence is shown as in figure. ചോദ്യം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് ആണ്. V is proportional to L, the length of the wire. That is what the principle of the potentiometer. The voltage drop across any segment of a wire of uniform cross-section area when uniform current pass through it, then that B will be proportional to L, the length of the wire. B. How the balancing length AJ changes when the value of R1 is decreases. Here R1 എന്നൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ R1 കുറയ്ക്കുമ്പോൾ ഈ ബാലൻസിങ് ലെങ്ത്തിന് എന്ത് മാറ്റം വരുമെന്നാണ് A മുതൽ J വരെ ഉള്ളത്. If R1 decreases, then AJ also will decrease.
See, derive an expression to find out the internal resistance of the cell. Internal resistance കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ബേസിക് ഇക്വേഷൻ വെച്ച് ചെയ്യാലോ. നമുക്ക് E is equal to നമുക്കറിയാം V മൈനസ് ഐ ആർ ആണല്ലോ. അത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R is equal to E മൈനസ് വി ബൈ ഐ എന്നുള്ള ഇക്വേഷൻ കിട്ടും. താഴെ മേലെ ഒരു R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ E ബൈ വി മൈനസ് 1 ഇൻറ്റു ആർ എന്ന് കിട്ടും. അത് പൊട്ടൻഷ്യോമീറ്ററിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ L1 ബൈ L2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. മൈനസ് 1 ഇൻറ്റു ആർ. ദിസ് ഈസ് ദ ഇന്റർണൽ റെസിസ്റ്റൻസ്. where capital R is the external resistance. L1 and L2 are the balance lengths corresponding to E1 and E2 in the circuit. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ മറ്റൊരു ചോദ്യം. സോ പൊട്ടൻഷ്യോമീറ്റർ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ്. റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ വർഷങ്ങളും അവിടെ ഇവിടെയൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. നന്നായിട്ട് വരച്ച് തന്നെ പഠിച്ചിരിക്കുക. സർക്യൂട്ട് ഡയഗ്രാം 2 എണ്ണം പഠിക്കണം. കമ്പാരിസൺ ഓഫ് EMFൻ്റെയും അതേപോലെ തന്നെ ഇന്റർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത്. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഹൗ വിൽ യു റെപ്രസെൻറ്റ് എ റെസിസ്റ്റൻസ് ഓഫ് 3700 ohm plus or minus 5% using color code? കാർബൺ റെസിസ്റ്റൻസിന്റെ കളർ കോഡിനെ കുറിച്ചുള്ള ചോദ്യമാണിത്. ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ വാല്യൂ ആണ് തന്നെങ്കിൽ അതിന് നിങ്ങൾ ആദ്യം ഈ ഒരു ഫോമിലേക്ക് എഴുതാം. 37 ഇൻറ്റു 10⁻² പ്ലസ് ഓർ മൈനസ് 5%. ആദ്യത്തെ 2 ഡിജിറ്റിലേക്ക് 2 സിഗ്നൽ ഫിഗേഴ്സിൽ മാറ്റുക, ബാക്കി പവർ ഓഫ് 10 ആക്കി മാറ്റുക. സോ 5% എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോൾഡ് ആണ്. Then 10⁻², the multiplier. Then first digit is 3. So BBROY എന്നാണല്ലോ പോകുന്നത്. So BBRO, that O, orange is the for number 3. 0, 1, 2, 3. And then BBRO. So O, the fourth one is for 3. So orange. Then 7. 7 signal number is for violet. Then 10⁻², 2 is for red. So orange, violet, red, then gold is value. Orange will be the first line, then violet will be the second line, third line will be red. Third gives the 10 multiple of 10. B is 0, BB ROY. So R comes as the third one, that is equal to 2, the multiple of 2. കളർ കോഡ് 2 കേസിലും ചോദിക്കാറുണ്ട്. വാല്യൂ തന്നിട്ട് കളർ എഴുതാൻ പറയും, കളർ തന്നിട്ട് വാല്യൂ എഴുതാനും പറയാറുണ്ട്. സോ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് യു മീൻ ബൈ ദ ടേം ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറന്റ്. മറ്റൊരു ചോദ്യമാണത്. അതേ വർഷം തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺസ് വിത്ത് വിച്ച് ആർ ഡ്രിഫ്റ്റഡ് അണ്ടർ ദ എഫക്ട് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് കൊടുത്താൽ മതി. അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചെയ്യുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സ്പീഡാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറണ്ടും അത് നമ്മുടെ റിലേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. I is equal to, നമുക്കറിയാം I is equal to NEA into VD. Current is directly proportional to drift velocity for a given conductor. N is the number density, E charge of electron, A area of cross section, then VD is the drift velocity. ഓർത്തിരിക്കുമല്ലോ, 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണത്. ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് I is equal to Q by T എന്ന കൺസെപ്റ്റ് വെച്ചാണ്. Q ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുക, T ടൈമിന് വെലോസിറ്റി ബൈ ലെങ്ത് കൊടുക്കുക. സോ ലെങ്ത് വിൽ ഗെറ്റ് ക്യാൻസൽ, ദെൻ വി ഗെറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ്. The vector form of law can be written as vector J is equal to sigma into E, vector E. The equation is an equivalent form of famous law. Name the law. ഏത് ലോയുടെ വെക്ടർ ഫോമാണ് J is equal to sigma E? നമ്മൾ പറഞ്ഞുള്ളൂ തിയറി പറയുമ്പോൾ ഇറ്റ്സ് ഫോർ ദ ഓംസ് ലോ. സോ ഓപ്ഷൻസ്: ബയോട്ട്-സവാർട്ട് ലോ, ഓംസ് ലോ, കൊളംസ് ലോ, ദെൻ ഗോസസ് ലോ ഇസ് ഗിവൺ. നമുക്ക് ഓംസ് ലോ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഫൈൻ. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഒബേസ് ഓംസ് ലോ? പെർഫെക്റ്റ് ആയിട്ട് ഓംസ് ലോനെ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സ് നമ്മൾ ഓമിക് കണ്ടക്ടർ ഓർ ലീനിയർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അതായത് അവരുടെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് വരച്ചാൽ ഇറ്റ് ബി എ സ്ട്രൈറ്റ് ലൈൻ എന്ന ഐഡിയ ഓർത്ത് വെക്കും. ഓക്കെ, തന്നിരിക്കുന്നതിൽ ട്രാൻസിസ്റ്റർ, നിക്രോം, ഡയോഡ്, ദെൻ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ്, ഇത്രയും കാര്യങ്ങൾ തന്നിരിക്കുന്നത്. സോ ട്രാൻസിസ്റ്റർ ഡസ് നോട്ട് ഫോളോ, diode also does not follow. Then the best conductor is actually will be for the nichrome or the liquid electrolyte. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആൻസർ വരുന്നത് നിക്രോമിനായിരിക്കും.
Then B, a wire has a resistance of 10 ohm. It is stretched by 10% of its original length. What will be the new resistance എന്ന് ചോദിച്ചിരിക്കുന്നു. Initial 10 ohm ആണ്, is stretched by 10% of the original length. So 10% stretch കൊടുക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം? What will be the new resistance എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിക്കാം. If L dash is n times L, then A dash will be A by n. So 10% is increased here for the length. Then L dash will be, we can say, L plus 10 L by 10. That will become 11 by 10 of L. That will be, so L plus 10 is 11 L by 10. Then A dash will be what? 10 by 11 of A. The opposite of. That's fine. Then R is equal to, we can say, R dash will be R into n square. That's the idea, we got it. So that will be 11 by 10 the square. So it will become as R into 121 by 100. 11 square is 121 by 10 to 10, 100 is coming. That is 12.1 will be the answer term. So your answer is 12.1. ഒരു മാർക്കിന്റെ ചോദ്യമാണിത്. സോ ഓർത്തു വെക്കുക, 10% ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു n ടൈംസ് ആണ് ഇൻക്രീസ് എങ്കിൽ n സ്ക്വയർ ടൈംസ് ആയിരിക്കും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഒരു ഐഡിയ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അതിന്റെ സി പാർട്ടാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം describe the method to find the value of an unknown resistance using meter bridge arrangement. So meter bridge arrangement ഉപയോഗിച്ചിട്ട് how to find unknown resistance ഡയഗ്രാം നമ്മൾ കാണിച്ചു തന്നിരുന്നു. ആ സെയിം ഡയഗ്രാം വരച്ചു പഠിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുക. ഇസ് ബേസ്ഡ് ഓൺ ദ ബ്രിഡ്ജ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. ദെൻ അൺനോൺ റെസിസ്റ്റൻസ് ബൈ ദ ബാലൻസിങ് ലെങ്ത്. ആ റിലേഷൻ ഉപയോഗിച്ചിട്ട് R is equal to നമുക്ക് കണ്ടുപിടിക്കാം. S into L by 100 minus L എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ ടോട്ടൽ 6 മാർക്സിനായിരുന്നു സിംഗിൾ ചോദ്യം വന്നിരിക്കുന്നത്. 3 സബ് ക്വസ്റ്റിനും ഒരു ലോങ് ആൻസർ ക്വസ്റ്റിനും. ഓക്കെ ആണല്ലോ. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് എ വയർ ബൗണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ്. നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന വയർ ബൗണ്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. 2 ടൈപ്പ് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് കാർബൺ റെസിസ്റ്റേഴ്സും മറ്റേത് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സും. ആ വയർ ബൗണ്ട് റെസിസ്റ്റൻസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മാംഗനിൻ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റൻ എന്നുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. വിച്ച് ഹാവ് ലീസ്റ്റ് ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ. അടുത്ത ചോദ്യം. എ ബ്രെഡ് ടോസ്റ്റർ ആൻഡ് എ ബൾബ് ആർ കണക്റ്റഡ് പാരലൽ ഇൻ എ സർക്യൂട്ട്. The toaster produces more heat than the bulb. Which of the following statement is true? So more heat produce ചെയ്യുന്നത് ആരാണ്? ടോസ്റ്റർ ആണ് more heat produce ചെയ്യുന്നത്. So heat H is equal to joules law നമുക്കറിയാം. H is equal to I square R into T എന്നാണ് ഹീറ്റിയുടെ ഇക്വേഷൻ. H is equal to I square R into T എന്ന കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. So resistance of toaster is greater than the resistance of bulb. Resistance of bulb same as the resistance of toaster. Resistance of bulb is greater than resistance of the toaster. Then cannot predict. ഈ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഹീറ്റ് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കൂടുതൽ കറണ്ട് അതിലൂടെ പാസ് ചെയ്യണം. സോ റെസിസ്റ്റൻസ് വിൽ ബി സ്മോളർ ദർ, ദെൻ മോർ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. സോ തന്നിരിക്കുന്നത് ഒരു ടോസ്റ്ററും ബൾബും ആണല്ലോ പാരലായിട്ട് കണ്ടിരിക്കുന്നത്. സോ ബ്രെഡ് ടോസ്റ്ററിന്റെ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അതിലൂടെ കൂടുതൽ കറണ്ട് പാസ് ചെയ്യും. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടോസ്റ്റർ പ്രൊഡ്യൂസസ് മോർ ഹീറ്റ് എന്നാണ്. സോ ഹിയർ റെസിസ്റ്റൻസ് ഓഫ് ദ ടോസ്റ്റർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ബൾബ് എന്ന് കൊടുക്കാം. സോ 3 ആണ് നമുക്കിവിടെ പറയാൻ പറ്റുക ഇൻ കമ്പാരിസൺ. സി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം ഡിസ്ക്രൈബ് ദ മെത്തേഡ് ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. വീണ്ടും പൊട്ടൻഷ്യോമീറ്ററിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ കാണാം, ഇതിലുള്ള കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങളിലൊക്കെ ഒന്നെങ്കിൽ മീറ്റർ പിടിച്ച് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ എന്ന കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരച്ച് തന്നെ പഠിക്കുക ഡയഗ്രാം വിത്ത് ദ തിയറി. ഓക്കെ, സോ കറണ്ട് ഡെൻസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്ക് കൺഫേം ചെയ്യുക. ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ചാപ്റ്റർ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരാറുണ്ട്. രണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. സോ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, if a charge moves through a magnetic field
or an electric field, what will be the net force on the charge? Lorentz force എന്നൊരു കൺസെപ്റ്റോട് കൂടിയാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. സോ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ചാർജ്? നമുക്കത് പഠിക്കണം. ദെൻ അത് കാരണം സപ്പോസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇഫ് എ ചാർജ് മൂവ്സ് പെർപെൻഡിക്കുലർ ടു വാട്ട് ബി ദ നേച്ചർ ഓഫ് ദ പാത്ത്? ഇറ്റ് ബി സർക്കുലർ പാത്ത്. അതിൻ്റെ റേഡിയസ്, വെലോസിറ്റി, ഫ്രീക്വൻസി കൺസെപ്റ്റുകളും അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് സൈക്ലോട്രോൺ എന്ന ഡിവൈസുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നു. ബയോട്ട് സവാർട്ട് ലോയും ആംബിയർ സർക്യൂട്ടിലെയും ആ രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കാനുണ്ട്. ദെൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദെൻ ലാസ്റ്റ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററും, ദെൻ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ. ഇത്രയും കൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം ഈ ചാപ്റ്ററിൻ്റെ ടോപ്പിക്കുകൾ. ആദ്യം തന്നെ ലോറൻസ് ഫോഴ്സ് ആണ്. F is equal to Q into E plus V cross B എന്ന കൺസെപ്റ്റ് ആണ്. Q is the charge, E is the electric field, V the speed of the particle, the charge, and B the magnetic field intensity. അവിടെ ഇലക്ട്രിക് ഫീൽഡിലെ ഫോഴ്സ് Q into E ആയിരിക്കും. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുള്ള കൺസെപ്റ്റ് കിട്ടിയാണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡിലെ ഫോഴ്സ് Q into V cross B എന്ന കൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ എലാബറേറ്റ് ചെയ്താൽ ഇറ്റ് ബിക്കം QVB sin theta. The maximum will be QVB when theta is 90 degree. That means the charge enters the field perpendicular to the field. എന്ന കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഈ ഒരു ഐഡിയയിൽ നിന്നോ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ് പാസ് ചെയ്യുകയാണെങ്കിൽ the force is perpendicular to both V and B. Hence the charge will move through a circular path. ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് ഒരു ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ റേഡിയസ് കൂട്ടാൻ പറ്റും. റേഡിയസ് കൂട്ടുകയാണെങ്കിൽ ആ ചാർജിൻ്റെ എനർജിയും കൂടാം. സോ ത്രൂ എ സർക്കുലർ പാത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് ലൈക്ക് റേഡിയസ്, വെലോസിറ്റി, കൈനറ്റിക് എനർജി, ഫ്രീക്വൻസി ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സൈക്ലോട്രോൺ നമുക്ക് പഠിക്കാം. സോ ഓൺ ദാറ്റ് ചാർജ് പാർട്ടിക്കിൾ ദർ വിൽ ബി സെൻട്രിപെറ്റൽ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ മാഗ്നറ്റിക് ഫോഴ്സ് QVB. അതിൽ നമുക്ക് റേഡിയസ് MV/QB എന്ന് കിട്ടും, വെലോസിറ്റി QBR/m എന്ന് കിട്ടും, കൈനറ്റിക് എനർജി Q²B²R²/2m എന്ന് കിട്ടും. ദെൻ ഫ്രീക്വൻസി ഈസ് QB/2πm. Frequency does not depend upon the radius of the path. രണ്ട് സർക്കുലർ ഹാഫ് ഷേപ്ഡ് D ഷേപ്ഡ് ഡിസ്കിനകത്ത്, ഹോളോ ഡിസ്കിനകത്ത് ഈ ചാർജിന് മൂവ് ചെയ്താൽ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേഡിയസ് കൂട്ടിക്കൊണ്ടേയിരിക്കാം. അതോടൊപ്പം തന്നെ അതിന് എനർജി കൂടും. സോ വി ക്യാൻ മേക്ക് ദ ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റഡ്. ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തഡമാണ് സൈക്ലോട്രോൺ. ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇലക്ട്രോൺ ചെയ്യാൻ പറ്റില്ല. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളിനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി അതിൻ്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളും അതിൻ്റെ വർക്കിംഗ് ചോദിക്കാറുണ്ട്. സോ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്കൊരു ചാർജിനെ ഇഫ് യു റൊട്ടേറ്റ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ ഇറ്റ്സ് എനർജി ക്യാൻ ബി ഇൻക്രീസ്ഡ് എന്നൊരു കൺസെപ്റ്റാണ് അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. അവിടെ ഫ്രീക്വൻസി ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ റേഡിയസും ഒരു പാത്താണ്. ഇതാണ് സൈക്ലോട്രോൺ ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. അതിന് ബയോട്ട് സവാർട്ട് ലോയും ആംബിയർ സർക്യൂട്ടിലെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ബയോട്ട് സവാർട്ട് ലോ അനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്മോൾ കറണ്ട് എലിമെന്റ് DB is equal to μ0/4π IdL sin θ/r² എന്നാണ്. ദെൻ ആംബിയർ സർക്യൂട്ട് ലോ അനുസരിച്ചിട്ട് ദ ഇന്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് around any closed path B.dl is equal to μ0 times the net current enclosed by the path. ഒരു ക്ലോസ്ഡ് ഫിഗറിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B.dl will be equal to μ0 times I എന്നൊരു കൺസെപ്റ്റ് ആംബിയർ സർക്യൂട്ട്. രണ്ടിനും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബയോട്ട് സവാർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് സർക്കുലർ ലൂപ്പിന്റെ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. അലോങ് ആക്സിസ് പോയിന്റും അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പും. അതേപോലെ തന്നെ ആംബിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ചിട്ട് സോളിനോയിഡ് ആൻഡ് ടൊറോയിഡ് ഇവ രണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ചോദിക്കാറുണ്ട്. രണ്ടും ഡെറിവേഷൻ പഠിച്ചിരിക്കണം മസ്റ്റായിട്ട്. ഇക്വേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. along the circular path, circular loop, the axis magnetic field B is equal to μ0 I r²/2 into x² plus r² the whole power 3/2. Equation derive ചെയ്യാൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. Then at the center നമുക്ക് x എന്നുള്ള 0 കൊടുക്കാം. Then it will become μ0 I/2r എന്ന് വരും. Then for a solenoid, long solenoid, straight solenoid, അതിന്റെ ഇന്റീരിയർ പാർട്ടിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് B is equal to μ0 Ni. ഈ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ടോട്ടൽ N/L എന്ന് കിട്ടും.
അത് ടൊറോയിഡ് ആണെങ്കിൽ n/l എന്നുള്ളതിന് പകരം 2πr കൊടുത്താൽ മതി. സോ μ0 ni/2πr എന്ന ആൻസർ കിട്ടും ടൊറോയിഡിന്. ദെൻ ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിന് അറൗണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാൽ ആംബിയർ സർക്യൂട്ടിലും അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ബേസിക്കലി μ0 I/2πr അറ്റ് ഡിസ്റ്റൻസ് ഓഫ് r ഫ്രം ദ കണ്ടക്ടർ. ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, ഇതിൽ ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്, മസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് ഫോഴ്സ് ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം ആംബിയർ സർക്യൂട്ടിൽ ഉപയോഗിച്ചിട്ട്. ഇക്വേഷൻ ഇതാണ്, ഫിസിക്കലി μ0 I1I2/2πd. d is a separation between the 2 conductors. I1 and I2 are the currents passing through them. So parallel currents attracts each other and unparallel currents or anti-parallel currents repel each other എന്നൊരു ഐഡിയ ഇവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ആംബിയർ ഡിഫൈൻ ചെയ്യാനും ഈ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. I1 I2ന്റെ ഡയറക്ഷൻ വരച്ചിട്ട് ഹൗ ദേ അട്രാക്ട് എന്ന് കണ്ടുപിടിക്കണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് ഉപയോഗിക്കണം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ദെൻ മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് പറയുമെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം വി ക്യാൻ ഫൈൻഡ് ഔട്ട്. ഈ കൺസെപ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ ദേ അട്രാക്ട് ഈച്ച് അതർ എന്ന് പറയുന്നത്. ആക്ച്വലി ലൈക്ക് ചാർജസ് റിപ്പൽ എന്നാണല്ലോ, അതിനൊരു കോൺട്രാഡിക്റ്ററി ആണ് ലൈക്ക് കറണ്ട് ഓർ പാരലൽ കറണ്ട്സ് അട്രാക്ട് ഈച്ച് അതർ എന്നുള്ളത്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ടോർക്ക് ഓൺ എ കറണ്ട് ലൂപ്പാണ്. ടോയുടെ ഇക്വേഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ NIAB sin θ എന്നാണ്. N is the number of turns, I current passing through it, A area of the loop or the coil, B the magnetic field density, and θ is the angle between A and B. NIAB എന്നുള്ളത് നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് M എന്ന് കൊടുക്കാം. സോ ടോ ഇസ് ഈക്വൽ ടു MB sin θ എന്ന് എഴുതാം. ഇൻ വെക്ടർ ഫോം ടോ ഇസ് ഈക്വൽ ടു M ക്രോസ് B. മാക്സിമം വരുന്നത് θ 90 ഡിഗ്രി ആകുമ്പോഴാണ്. സോ ദ ലൂപ്പ് ഇസ് കെപ്റ്റ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ഐഡിയ ഓർത്ത് വെക്കുക. സോ NIAB sin θ ആണ് ടോർക്ക്. ഈ ടോർക്ക് എന്ന കൺസെപ്റ്റ് എന്നാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന ഡിവൈസ് വരുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗാൽവനോമീറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ആ കൺസെപ്റ്റ് വരുന്നത് ടോർക്ക് എന്നാണ്. സോ φ ഈസ് ഈക്വൽ ടു NAB/K into I എന്ന കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. φ is proportional to I and φ is equal to NAB/K into I. ഇവിടെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്നും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന രണ്ട് ടേം ഇമ്പോർട്ടൻ്റ് ആണ്. φ/I എന്നതിനെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കും. φ/V ദ വോൾട്ടേജ് എന്നുള്ളതിനെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കും. NAB/K and here NAB/K into R. If you increase the number of turns, current sensitivity increases, but voltage sensitivity do not, because N increase ചെയ്യുമ്പോൾ Rഉം increase ആവും. So there will be not much change. Area of the coil increase ചെയ്യാം, magnetic field change ചെയ്യാം, K decrease ചെയ്യാം. Sensitivity കൂട്ടാനുള്ള മാർഗ്ഗങ്ങളാണ്, ഓർത്തിരിക്കുക. Then for a revolving electron, the magnetic moment, current into area is the magnetic moment. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. μL is equal to I into pi r square, that is EVR/2. V is the speed with which moving, R is the radius of the orbit. അതിനെ in terms of angular momentum ചെയ്യാം, E into L/2m എന്ന് എഴുതാം. mv into r is the angular momentum, so EL/2m എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം ആംഗുലർ മൊമെന്റം ടേംസിലും. ഗാൽവനോമീറ്റർ നമുക്ക് കൺവേർട്ട് ചെയ്യാം അമ്മീറ്റർ ആയിട്ടും വോൾട്ട് മീറ്റർ ആയിട്ടും. In order to convert to ammeter, you have to connect a small resistance shunt parallel to the galvanometer. ആ ഷണ്ടിന്റെ വാല്യൂ S is equal to IGRG/I minus IG. IG is the current passing through the galvanometer. RG is the resistance of the galvanometer. I is the total current. Then to convert to voltmeter, നമ്മളൊരു heavy resistance R ഈ G എന്നുള്ളതിനെ സീരീസിൽ കണക്ട് ചെയ്താൽ മതി. So R is equal to V/I minus RG എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം to find the resistance to be connected in series to convert to voltmeter. ഇത്രയും ടോപ്പിക്കുകളാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ടേം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. A charged particle enters a uniform magnetic field at an angle of 40 degree. Its path becomes at 90 degree ആണ് വരുന്നെങ്കിൽ it will be a circular, and if it's at 40 degrees, make an angle with the magnetic field, then it become helical. So its path will be helical. 1 mark question ആയിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Cyclotron is a device used to accelerate charged particle. Cyclotron കുറിച്ചാണ് ഈ ചോദ്യം. A. With a suitable diagram, briefly explain the working of a cyclotron and obtain an expression for cyclotron frequency.
Cyclotron frequency F is equal to QB by 2 pi m. Our derivation നമുക്ക് അറിഞ്ഞിരിക്കണം and the structure and the working also. Cyclotron contains two hollow disc of shaped D. So 2 Ds will call them as. They are connected to an external oscillator and kept in a perpendicular magnetic field. The charge source is kept between the Ds and then the charge release ചെയ്യുമ്പോൾ it will move again and again through the Ds and finally come out through the target. ഈ ഒരു കൺസെപ്റ്റ് ഓർക്കുക, അതിൻ്റെ ഫിഗർ വരച്ച് പഠിക്കാൻ നിർബന്ധമാണ്. Then a cyclotron oscillator frequency is 10 megahertz. What should be the operating magnetic field for accelerating protons എന്നാണ് ചോദ്യം. നമുക്കറിയാം F is equal to QB by 2 pi m എന്നാണല്ലോ. So we have to find the operating magnetic field B. B is equal to here 2 pi m F by Q. We have to accelerate a proton. So 2 pi into m mass of the proton. F frequency is given 10 megahertz by Q charge of the proton. 1.6 into 10 to the minus 19 is the charge of proton. Mass m is equal to 1.6 into 10 to the minus 27. So substitute it and cancel. We'll get this magnetic field, how much it's required. 5 മാർക്കിന്റെ ചോദ്യമായിരുന്നത്. സോ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. സൈക്ലോട്രോൺ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. എ ഗാലനോമീറ്റർ ഇസ് കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഗാലനോമീറ്റർ ഉണ്ട്, ഒരു സ്മോൾ റെസിസ്റ്റൻസ് എസ് പാരലായിട്ട് കണ്ടതാണ്. ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇറ്റ് ഇസ് ആക്ട് ആസ് എൻ അമ്മീറ്റർ. ഇസ് ഇറ്റ്? ടോട്ടൽ കറണ്ട് ഐ ഇസ് പാസിംഗ് IG through galvanometer and I minus IG through the shunt resistance. This combination can be used as എന്താണ്? അമ്മീറ്റർ ആണല്ലോ. Ready? 1 mark. Then derive an expression to find the value of resistance S. എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാനാണ്. ഒന്നുമില്ല, പാരലാണ് കണ്ടത്. സോ വോൾട്ടേജ് വിൽ ബി സെയിം. വോൾട്ടേജ് അക്രോസ് ദിസ് G will be what? IG into RG should be equal to voltage across this shunt resistance. What is that? I minus IG into S. So S is equal to IG RG by I minus IG. And the equation we get. So that's for 1 mark. So it's a value of 2 marks question plus like. So 2 plus 1, 3 marks will be there. Then B, that's a derivation for that. I hope you got it. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. Two charged particles Q1 and Q2 are moving through a uniform magnetic field as shown in the figure. So Q1 ഇങ്ങനെ പോകുന്നു, Q2 perpendicular ആണ്. This is the magnetic field direction. Q1 makes an angle and Q1 at a perpendicular. What is the shape of the path of Q1 and Q2? Q1 will be helical. Why helical? Is make an angle with it. Just before we got it. And Q2 will be circular. Perpendicular ആണെങ്കിൽ F will be perpendicular to both V and B എന്ന കൺസെപ്റ്റ് ഓർത്തിരിക്കുക. Then B, derive an expression for cyclotron frequency with the help of a NEET diagram. See, വീണ്ടും cyclotron frequencyയുടെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ cyclotron is an important topic ആണ്. ഒന്നിടപെട്ട വർഷങ്ങളിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ടേക്ക് കെയർ, വരച്ചതിൻ്റെ പ്രാക്ടീസ് ചെയ്തോളാം, അതിൻ്റെ കോൺസെപ്റ്റുകളും വർക്കിംഗ് പ്രിൻസിപ്പിളും. ഓക്കെ, അടുത്ത ചോദ്യം. An electric charge Q is moving with a velocity V in the direction of a magnetic field B. It's moving along the direction of the magnetic field. The magnetic force acting on the charge is, നമുക്കറിയാം ഫോഴ്സ് എഫിൻ്റെ ഇക്വേഷൻ F is equal to QVB sin theta എന്നാണല്ലോ. Theta is the angle between B and V. If the charge is moving along the direction of B, then theta is 0, sin 0, 0, so force will be 0 there. If it is perpendicular, then we have the other equations. QVB will be it. So it is 0. And then the B part question, stating from Biot-Savart law, obtain an expression for the magnetic field at an axial point of a circular coil carrying current. So നമുക്ക് Biot-Savart law തുടങ്ങിയിട്ടോ, സ്റ്റാർട്ടിങ് ഫ്രം Biot-Savart law നമുക്ക് ഈ സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിയൽ പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ അതിന് ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വരച്ച് കൃത്യമായിട്ട് റിസൊല്യൂഷനൊക്കെ കൊടുത്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. സോ ബേസിക് കോൺസെപ്റ്റ് നമുക്കറിയാം. DB is proportional to I, DL and sin theta and inversely proportional to square of the distance R square. ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ആ സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രാക്ടീസ് ചെയ്യുന്ന തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്ത ചോദ്യം, എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സറൗണ്ടിങ് സ്പേസ്. ഓക്കെ,
A. Name the law which gives the relation between current and the magnitude of the field it produces. Biot-Savart law നമുക്ക് ഉപയോഗിക്കാം, ഓർ ആംബിയർ സർക്യൂട്ട് ലോ നമുക്ക് ഉപയോഗിക്കാം. രണ്ടും നമുക്ക് എന്ത് തരുന്നുണ്ട്? കറണ്ട് കാര്യം കണ്ടക്ടറിന് അറൗണ്ടുള്ള ഇതുണ്ട്. സോ Biot-Savart law initially says about the magnetic field around a conductor. Using this law, obtain the expression for magnetic field on the axis of a circular current loop. See, again it repeating. സർക്കുലർ കോയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സൈക്ലോട്രോൺ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് സർക്കുലർ കോയിലിൻ്റെ ആക്സിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ്. നിർബന്ധമായി പഠിച്ചിരിക്കുക, 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അടുത്തൊരു ചോദ്യം. ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ കറണ്ട് ഡിറ്റക്ടർ, ആൻ അമ്മീറ്റർ ഓർ എ വോൾട്ട്മീറ്റർ. ബേസിക് പർപ്പസ് കറണ്ട് ഡിറ്റക്ടർ ആണല്ലോ. വെൻ കറണ്ട് പാസ് ത്രൂ ഇറ്റ് ഷോസ് എ ഡിഫ്ലക്ഷൻ, so it gives direction and presence of current. Then we can use this as an ammeter also or as a voltmeter also. Write the principle of a moving coil galvanometer. എന്താണ്? Flux or this deflection produced in the galvanometer is directly proportional to current passing through it. Phi is proportional to I. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Then using a suitable diagram, arrive at an expression for the current sensitivity of a moving coil galvanometer. Current sensitivity equation ആണ് കണ്ടെത്തേണ്ടത്. സോ അതിൻ്റെ തിയറി നമ്മൾ പറയണം. എക്സ്റ്റേണൽ ടോർക്കും ദെൻ റീസ്റ്റോറിംഗ് ടോർക്കും രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് phi by I is equal to NAB by K എന്നുള്ള ഡെറിവേഷനാണ് എത്തേണ്ടത്. സോ 5 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എ മൂവിംഗ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഹൗ ഡസ് ദ കറണ്ട് ലൂപ്പ് ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റിക് ഡൈപോൾ? എങ്ങനെയാണ് ഒരു കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് മാറുന്നത്? സോ നമുക്കറിയാം, കറണ്ട് ലൂപ്പിലൂടെ ചാർജ് പാസ് ചെയ്യുമ്പോൾ ഇത് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എക്സാക്ട്ലി ആസ് ദാറ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ്. സോ അതിൻ്റെ കമ്പാരിസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ബാർ മാഗ്നറ്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് പോലെ തന്നെയാണ് ഒരു കറണ്ട് ലൂപ്പും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ കറണ്ട് ലൂപ്പ് ടു സപ്പോർട്ട് യുവർ ആൻസർ. ഒരു കറണ്ട് ലൂപ്പ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കണം. സോ സോൾനോഡ് യു ക്യാൻ ഡ്രോ ഇറ്റ്. Then what is a cyclotron? എന്താണ് cyclotron? Write down the expression for cyclotron frequency എന്നാണ് ഈ ചോദ്യം. സോ 5 മാർക്കിൻ്റെ ചോദ്യം തുടർച്ചയായിട്ട് വരാറുണ്ട്. ഫസ്റ്റ് ഹാഫിന്ന് സൈക്ലോട്രോണും അതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ കോൺസെപ്റ്റുകളും മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ദെൻ സെക്കൻഡ് പാർട്ടിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് Biot-Savart ലോയുടെ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ആംബിയർ സർക്യൂട്ടിലൂടെ ആപ്ലിക്കേഷനായിട്ടും പഠിച്ചിരിക്കുക. സോളിനോട് ഓർത്ത് വെക്കുക, ടൊറോയിഡും. ഗാൽവനോമീറ്ററിൻ്റെ കൺവെർഷൻ ഒരു ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സർക്കുലർ കോയിൽ ഒരു ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ സൈക്ലോട്രോണും ഒരു ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും ഈ ടോപ്പിക്കുകൾ വിട്ടുപോയത് ചോദിച്ചിരിക്കുക. കുറച്ച് പിറകോട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഈ വർഷങ്ങളായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ചോദ്യമാണ്. 5 മാർക്ക് കൺസേൺ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ഫിസിക്സിലെ മൊത്തം സിലബസ് എടുത്ത് നോക്കിയാൽ ഒരു ചെറിയ ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. മിക്കവാറും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ് ഒരു 2 മാർക്കിൻ്റെയും ഒരു 1 മാർക്കിൻ്റെയും വളരെ കുറഞ്ഞ ടോപ്പിക്ക് മാത്രമാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബാർ മാഗ്നറ്റിനെ കുറിച്ച് ഒരു ഇനീഷ്യൽ ഐഡിയ നമ്മൾ ഉണ്ടായിരിക്കണം. ബാർ മാഗ്നറ്റ് ആൻഡ് ഇസ് ആക്ച്വലി എ മാഗ്നറ്റിക് ഡൈപോൾ എന്ന കൺസെപ്റ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ ബാർ മാഗ്നറ്റിൻ്റെ നേച്ചർ അറിഞ്ഞിരിക്കണം. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നൊരു കൺസെപ്റ്റും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് നമുക്ക് പോസിറ്റീവ് ചാർജിൽ തുടങ്ങിയിട്ട് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്ന ഇമാജിനറി ലൈൻസ് ആയിരുന്നു. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്ലോസ്ഡ് ലൂപ്സ്. ഔട്ട്സൈഡ് ദേ ആർ ഫ്രം നോർത്ത് ടു സൗത്ത് ആൻഡ് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് ഇസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ക്ലോസ്ഡ് ലൂപ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ദർ ഇസ് നോ സ്റ്റാർട്ടിംഗ് ഓർ എൻഡ് പോയിന്റ്സ്. ഈ ബാർ മാഗ്നറ്റ് നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ടോ ഈസ് ഈക്വൽ ടു mb sin theta, where m is the magnetic moment of the bar magnet, then b magnetic field intensity. ആ സമയത്ത് ആ ടോർക്ക് കാരണം there will have a simple harmonic motion we can say. Then the time period t is equal to 2 pi root I by mb, where I is the moment of inertia, m is the magnetic moment, b is the magnetic field intensity. So ബാർ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഈ മാഗ്നറ്റിസം എന്നുള്ള കൺസെപ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് അനലോഗി ഒന്ന് കമ്പയർ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് നമുക്ക് 1/4πε0 ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കോൺസ്റ്റന്റ് ഉള്ളത്. മാഗ്നറ്റിക് ഫീൽഡിലും 0/4π ആണ് എന്ന് തുടങ്ങിയിട്ട് എല്ലാ ഇക്വേഷൻസും ഫോഴ്സ് ഫീൽഡ് ആക്സിയൽ പോയിന്റിലും ഇക്വിറ്റോറിയൽ പോയിന്റിലൊക്കെ ഫീൽഡൊക്കെ നമുക്ക് അനലോഗി ത്രൂ എഴുതാൻ പറ്റും മാഗ്നറ്റിസത്തിൽ. ദെൻ ബാർ മാഗ്നറ്റ് ആക്ട് ആസ് എ ലൂപ്പ് എന്ന കൺസെപ്റ്റ് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പറഞ്ഞു.
ബാർമാന് ശേഷം നമ്മൾ പഠിക്കേണ്ടത് മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ എന്നൊരു കൺസെപ്റ്റാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ ഉണ്ടായിരുന്നു, നെറ്റ് ഫ്ലക്സ് E.A = Q/ε0. പക്ഷേ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സ് ആയതുകൊണ്ട് ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ് സർഫസ് ഈസ് 0 ഹിയർ. B.S = 0. So net magnetic flux through any closed surface will be 0. It's because they are closed loops. So as many electric field magnetic field lines entering the surface, that many will be leaving also. So net will become 0. But that is not the case of electric field. They have a starting and end points. They are not closed loops. So Gauss's law ഒരു concept ആണ്. B.S = 0 എന്ന ഐഡിയ. എർത്ത് മാഗ്നറ്റിസം എന്ന കൺസെപ്റ്റ് ആണ് അടുത്ത അറിയാനുള്ളത്. എർത്തിന്റെ മാഗ്നറ്റിസത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ടേം അറിയണം, ഡിക്ലിനേഷനും ഡിപ്പും. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക്കൽ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ അറ്റ് എ പ്ലേസ് ഇസ് കോൾഡ് ഡിക്ലിനേഷൻ. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്പ്. ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഡിപ്പ്, tan del = BV/BH, where BV is the vertical component of the magnetic field and BH is the horizontal component of earth magnetic field. And the ratio BV/BH നമുക്ക് tan del ആയിരിക്കും angle of dip. Along the equator angle of dip is 0. At the pole angle of dip is 90 degree. ഓർത്തിരിക്കുക, ചോദ്യം വരാറുണ്ട്. സോ ഡിക്ലിനേഷനും ഡിപ്പും ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഇതിൽ, എർത്ത് മാഗ്നറ്റിസം എന്ന കൺസെപ്റ്റിൽ. ദെൻ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. മാഗ്നറ്റൈസേഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിസ്, ലൈക്ക് ദാറ്റ് some terms we should know. ഇതൊക്കെയാണ് ടേം. മാഗ്നറ്റൈസേഷൻ M എന്ന് പറഞ്ഞാൽ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, M net by V എന്താണ് മാഗ്നറ്റൈസേഷൻ. ദെൻ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി H എന്ന് പറഞ്ഞാൽ B/μ0 - μm. There μ0 is a magnetic permeability of free space, B is a magnetic field intensity at a place. So B/μ0 - m will be this H, the magnetic intensity. Then magnetic susceptibility chi is equal to M/H. The dimension illathaana. So how it responds towards the external magnetic field. Our material susceptibility ennu parnal, it can be positive, it can be a larger value, it can be negative also. Diamagnetic materials nokke ee susceptibility negative value ആയിരിക്കും. Feromatic material idoru larger value ആയിരിക്കും. Paramagnetism idoru small positive value ആയിരിക്കും. ഓർത്തിരിക്കുക. Then relation between chi, mu and μ0 equations ഒക്കെ important ആണ്. mu എന്ന് പറഞ്ഞാൽ permeability of a material is equal to μ0 × 1 + chi എന്ന് എഴുതാം. B is equal to μ0 × 1 + chi h എന്ന് എഴുതാം. And μr, the relative permeability will be 1 + chi. mu/μ0 is actually the μr. We can get it. സോ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അവസാനമായിട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ദ പാരാ, ഡയ ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. പാരാമാഗ്നറ്റിസം ആണ് ഫീബിൾ, സ്ലോലി അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ബട്ട് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ബി റിപ്പൽഡ് ഫ്രം എ മാഗ്നറ്റിക് ഫീൽഡ്. ബേസിക് ക്വാളിറ്റീസ് ആണ്. ഇതിനൊക്കെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. ദെൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് അറിഞ്ഞിരിക്കണം. ഫെറോമാഗ്നറ്റിസം ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. And at a particular temperature, it converts to paramagnetism. ആ ടെമ്പറേച്ചർ നമ്മൾ Curie temperature എന്ന് വിളിക്കും. Temperature at which ferromagnetic material converts to paramagnetism എന്ന ഐഡിയ. Then diamagnetism temperature is no link at all. Paramagnetism is decreases again. So ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒഴിവാക്കാൻ അതിനെ ഹീറ്റ് ചെയ്താൽ മതി എന്നൊരു കൺസെപ്റ്റാണത്. സോ നമുക്ക് ലാസ്റ്റായിട്ട് ഹിസ്റ്ററിസിസ് എന്നൊരു കൺസെപ്റ്റ് കൂടെ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ ദ ലാഗിങ് ഓഫ് the magnetic intensity with the magnetization or magnetizing field എന്ന് പറയാം. എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മെറ്റീരിയൽ റെസിഡ്യൂൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹിസ്റ്ററിസിസ് എന്ന് വിളിക്കുന്നത്. ബി ആൻഡ് എച്ച് റിലേഷൻഷിപ്പ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് മെറ്റീരിയലാണ്. എച്ച് ദ മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. എച്ച് 0 ആകുമ്പോൾ ഉണ്ടാകുന്ന ബിയുടെ വാല്യൂ ആണ് നമ്മൾ റീറ്റെൻറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ ബി 0 ആക്കാൻ കൊടുക്കേണ്ട ഓപ്പോസിങ് എച്ച് ആണ്, നെഗറ്റീവ് എച്ച് ആണ് ദ കോയേഴ്സിവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ റേറ്റൻറ്റിവിറ്റിയും കോയേഴ്സിവിറ്റിയും വാല്യൂ വെച്ചിട്ടാണ് മെറ്റീരിയൽസ് നമുക്ക് ടെമ്പററി മാഗ്നറ്റ് എന്നും പെർമനന്റ് മാഗ്നറ്റ് എന്നും മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നത്. പെർമനന്റ് മാഗ്നറ്റിന് കോയേഴ്സിവിറ്റി ഷുഡ് ബി ലാർജർ. ടെമ്പററി മാഗ്നറ്റിന് രണ്ടും ചെറുതായിരിക്കണം. മീൻസ് സൂൺ ആഫ്റ്റർ എച്ച് 0 ബി ആൾസോ ബിക്കം 0. അതാണ് ടെമ്പററി മാഗ്നറ്റിൻ്റെ പ്രത്യേകത.
ഇത്രയും ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ ചെയ്യാനുള്ളത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ ദർ ഇസ് നോ ചാൻസ് ഫോർ essay ക്വസ്റ്റ്യൻ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരുന്നത്. ചോദ്യം ഇതാണ്: ദ എലിമെന്റ്സ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ആർ ഡിക്ലിനേഷൻ, dip and horizontal intensity. Okay, a magnetic needle free to move in horizontal plane is shown below. The magnetic needle ആണ്, then true north is here, theta is mentioned here. Which element of Earth's magnetic field is represented by theta in the figure? നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് magnetic needle always align along the magnetic meridian, then true north is the geographic meridian. നമ്മൾ ആംഗിൾ നമ്മൾ ഡിക്ലിനേഷൻ എന്ന് വിളിക്കും. ഇതേ ചോദ്യത്തിന്റെ മറ്റൊരു പാർട്ട്: the vertical component of Earth's magnetic field at a given place is √3 times its horizontal component. If the total intensity of Earth's magnetic field at the place is 0.4 Gauss, find the value of horizontal component of the magnetic field. Horizontal component of the magnetic field BH is equal to B cos del എന്ന കൺസെപ്റ്റ് ഉണ്ട്. Then vertical component BV is equal to B sin del എന്നുള്ള കൺസെപ്റ്റും. ഡെൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിപ്പ് ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് the vertical component is √3 times the horizontal component. So BV is equal to √3 times BH എന്ന് തന്നിട്ടുണ്ട്. സോ അത് നമുക്ക് ഡെൽ കിട്ടുമല്ലോ. Then B is given here √4. So BV by BH എത്ര വരും? √3 എന്ന് കിട്ടും. So that gives tan del, that is √3. So del will be how much? Tan value √3 ആവുന്നത് 60 ഡിഗ്രിയിലാണ്. സോ del is equal to 60 degree. Tan 60 ആണ് √3. Then total density തന്നിട്ടുണ്ട് 0.4 Gauss എന്നാണ്. Then horizontal component of earth magnetic field BH നമുക്ക് കിട്ടണം. So BH is equal to here, B എന്നുള്ളത് 0.4 Gauss ആണ്. So that is 0.4 into 10 raised to -4. ഇതാണ് ഇക്വേഷൻ നമുക്ക് ഇടുന്നത്. BH is equal to 0.4 into 10 to -4 cos 60 degree. Cos 60 is 1/2. So 0.4 by 1/2. That is 0.2 into 10 to -4. That means Tesla will be the horizontal magnetic field. So BV and BH എന്നാൽ അതിന്റെ റിലേഷൻ അറിഞ്ഞിരിക്കുക, ആംഗിൾ ഓഫ് ഡിപ്പ് ത്രൂ. I hope you got it. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: the BH curve of a ferromantic material is shown in the figure. H along x-axis and B along y-axis. What do you mean by ferromantic material? Write any 2 properties of it. Ferromantic materials are those material which are strongly attracted towards a magnetic field. അതാണ് ഫെറോമാറ്റിക് മെറ്റീരിയൽ. പ്യുർ മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ അയൺ, നിക്കൽ ഇതൊക്കെ ഫെറോമാറ്റിക് മെറ്റീരിയൽ ആണ്. ദാറ്റ് ഇസ് എ ഫെറോമാറ്റിക് മെറ്റീരിയൽ. ദെൻ റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അറൗണ്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് പോകുമ്പോൾ അതിനെല്ലാം ഇറ്റ് അട്രാക്ട്സ് കംപ്ലീറ്റ്ലി ടുവേർഡ്സ് ഇറ്റ്. കൺസെപ്റ്റ് ആണ്. Then magnetic moment, total moment per volume will be maximum or greater positive value will be in compared to other 2. Then susceptibility will be very large in compared to para and dia. ഇതൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസ് പെട്ടതാണ്. B. Identify the value of retentivity and coercivity from the figure. Retentivity എന്ന് പറഞ്ഞാൽ the residual value of B when H is equal to 0. That is equal to how much? Here it is B is given. Then coercivity is the value of H to make B 0, that is C here. So B, OB is retentivity and OC is the coercivity. Please keep in mind OC is the coercivity, the negative value of H to make B 0. And OB, that's the residual value of B, that's the retentivity. Then the baki chodyam, a solenoid has a core of material with a relative permeability 400. The windings of the solenoid are insulated from the core and carry a current of 2 ampere. If the number of turns is 1000 per meter, calculate the magnetic intensity H and magnetic field B. H and B ഇത് രണ്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ചോദ്യത്തിൽ H എന്നുള്ളത് നമുക്ക് N into I എന്ന് കൊടുക്കാം. And B is equal to mu0 mu R into H എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ച ഇക്വേഷൻസ് തന്നെയാണ്. So H is equal to N into I എന്ന് പറഞ്ഞാൽ N is 1000, then I is 2, 1000 into 2. That is what H. Then B, mu0 mu R into H is there. So H will be get there 2 into 10 raised to 3. H is there
Tesla that much, then mu 0 into mu r, that is 4 pi. Mu 0 is actually 4 pi into 10 to the minus 7 into mu r, the relative permeability, and that is given as 400. So compare that one also, you will get B. So just substitute these two in this equation. That's how we can solve this equation. Next question. Explain hysteresis and draw hysteresis curve for a ferromatic substance. Curve for a ferromatic substance. Retentivity കൂടുതലായിരിക്കണം, coercivity കൂടുതലായിരിക്കണം. അതാണ് ഫെറോമാറ്റിക് മെറ്റീരിയലിന്റെ പ്രത്യേകത. സോ ആ കർവ് വരച്ച് തന്നെ പഠിക്കണം. നിയറസ്റ്റ് ഇയറിൽ ചോദിച്ച ചോദ്യമാണത്. അടുത്തൊരു ചോദ്യം നോക്കാം. Magnetic materials are broadly classified as diamagnetic, paramagnetic and ferromatic. A. Mention the behavior of dia and ferromatic materials when they are placed in a non-uniform magnetic field. ഒരു non-uniform magnetic field വെച്ച് കഴിഞ്ഞാൽ diamagnetic material will move from stronger to weaker magnetic field. And the ferromatic will move from weaker to stronger magnetic field. That's the basic difference. B. The temperature at which the ferromatic material become paramagnetic is called. It decreases and it becomes paramagnetic. At temperature the Curie temperature. So, concept. Then fifth question. Next question. State Gauss's law for magnetism. How this differs from Gauss's law for electrostatics? Why is the difference in the two cases? Gauss's law in magnetism, net magnetic flux passing through any closed surface is equal to 0. എന്താണ് Gauss's law in magnetism? Electrostatics എന്തായിരുന്നു? That is Q by epsilon 0. That depends upon the charge. ഇവിടെ magnetic field lines are closed loops ആണ്. That is a major difference. Electric field lines have a starting and end. ആ ഒരു കൺസെപ്റ്റ് ഡിഫറൻസ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഡിക്ലിഷൻ ആൻഡ് ഡിപ്പ് ഓർത്തിരിക്കണം. മാഗ്നറ്റിക് ടേംസ്, ദ സസെപ്റ്റിബിലിറ്റി, മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, ആ ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡയ, പാര ആൻഡ് ഫെറോമാറ്റിക് മെറ്റീരിയൽസ് ആൻഡ് ദർ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സോ പ്രിപ്പയർ ചെയ്തോളൂ, 3 മാർക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടാം. അടുത്ത് നമ്മൾ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊരു ചാപ്റ്ററിലേക്കാണ്. 3 മാർക്കിന് ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ചാപ്റ്റർ കൂടിയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. EMI എന്നുള്ള ഫിനോമിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. EMIയുടെ ആഫ്റ്റർ എഫക്റ്റ് നമുക്കറിയാം, ദ പ്രൊഡക്ഷൻ ഓഫ് ഓർ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആണല്ലോ. സോ അതിൽ ആദ്യം പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫ്ലക്സ്. വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ കണ്ടക്ടർ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്, ഹെൻസ് എ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ്. ഈ കൺസെപ്റ്റാണ് മൈക്കൽ ഫാരഡേ എന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്നത്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. സോ എന്താണ് ഫ്ലക്സ് എന്ന് ആദ്യം അറിയണം. ദെൻ ഫാരഡേസ് ലോ, ദെൻ എഡി കറണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മോഷണൽ EMF എന്നൊരു ഐഡിയയും, ദെൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ, ലാസ്റ്റ് AC ജനറേറ്റർ. ഇത്രയും ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് ആദ്യം ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം. Magnetic flux phi is equal to B dot A, that is BA cos theta. B is the magnetic field intensity, A is the area vector. Theta is the angle between B and A. Magnetic flux in the unit Weber ആണ്. So B Tesla is there, A for meter square. So Tesla meter square or Weber is the SI unit of magnetic flux. Faraday's law അനുസരിച്ച് EMF induce ചെയ്യുന്നത് E will be minus n d phi by dt, where n is the number of turns of the coil. Negative sign gives by the Lenz's rule. That is, the induced EMF always oppose the cause of production. And a change in flux, magnetic flux കൂടുകയാണെങ്കിൽ the induced current will be in anti-clockwise direction. And magnetic flux കുറയുകയാണെങ്കിൽ it will be in clockwise direction. Lenz's rule അനുസരിച്ചാണ് ഈ നെഗറ്റീവ് സൈൻ വരുന്നത്, minus n d phi by dt. d phi by dt is the rate of change of flux. That's also equal to phi 2 minus phi 1 by delta t എന്ന് എഴുതാം. That is Faraday's law. ഈ law അനുസരിച്ചിട്ട് if you move a conductor, linear conductor in a perpendicular magnetic field, an EMF is induced. അത് നമ്മൾ മോഷണൽ EMF എന്ന് വിളിക്കാം. ലീനിയർ മൂവ്മെന്റ് ആണെങ്കിൽ BLV ആയിരിക്കും ഇക്വേഷൻ, where L is the length of the conductor and V is the linear speed velocity. If you rotate the rod in a crossed magnetic field, then B is equal to half B omega R square. Omega is the angular speed, R is the radius or the length, of course it will come. Rotational EMF എന്ന് വിളിക്കാം അതിന്. സോ മോഷണൽ EMF ഈ ഫാരഡേസ് ലോയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൺസെപ്റ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ പവർ ജനറേറ്റഡ് ഇൻ ദിസ് മൂവ്മെന്റ്, either linear or rotation, P is equal to
B square L square V square by R. Mechanical power, electrical power equal ആയിട്ട് അവിടെ കാണാം. Hence the energy is conserved. So the work done in moving this rod as the mechanical power, then because of production of current, there will be electrical power also. Both will be equal. B square L square V square by R is that equation, where R is the resistance of this one. So ഇത്രയാണ് ഈ കാര്യങ്ങൾ. ഇനി ഒരു ബിഗ് പീസ് ഓഫ് മെറ്റൽ ഒരു ചേഞ്ചിങ് മാഗ്നെറ്റിക് വെച്ചാൽ നമുക്ക് എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. എഡി കറൻസ് എന്ന് പറഞ്ഞാൽ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ എ ബൾക്ക് പീസ് ഓഫ് മെറ്റൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ്. ആ എഡി കറണ്ട് ഡയറക്ഷൻ ഇൻ ദ ഫോം ഓഫ് എഡീസ് ദേ ആർ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം. നമുക്ക് ഇൻഡക്ഷൻ ഫർണസിൽ ഉപയോഗിക്കാം, മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാം, ദെൻ ഡാംപ്ഡ് ഓസിലേറ്റർ ദ ഗാലനോമീറ്ററിൽ ഉപയോഗിക്കാം. നമുക്ക് ഇത്രയൊക്കെ അതിൻ്റെ ഉപയോഗങ്ങളുണ്ട്. ഓർത്തിരിക്കുക, ബേസ്ഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട് എഡി കറണ്ട്. ദെൻ സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന കൺസെപ്റ്റ്. ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് കാരണം അതേ കോയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തതിനെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കും. സെൽഫ് ഇൻഡക്ടൻസ് ഓർ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ L is equal to N phi by I, or that is equal to mu0 N square A into L. A is the area of the coil, area of cross section. L is the length of the coil. ഓർത്തിരിക്കുക. Then mutual induction M is equal to mu0 N1 N2 pi R square L. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് കാരണം നിയർ ബൈ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ട് കാരണവും ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്, സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ടു കോയിൽസ് ആർ ദർ, ദെൻ M is equal to mu0 N1 N2 pi R square into L എന്നാണ് കൺസെപ്റ്റ് വരുന്നത്. ദെൻ നമുക്ക് EMF is equal to minus L dA by dt എന്നൊരു ഇക്വേഷൻ എഴുതാം. So L is the inductance, then rate of change of current, because flux phi will be L into I. Then in terms of mutual inductance, minus M dI by dt എന്ന് എഴുതാം EMF induced. ഒരു ഇൻഡക്ടറിൽ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്ത കാരണം there will be an energy stored, that is equal to half Li square ആയിരിക്കും എനർജി സ്റ്റോർഡ്. ഈ ഇൻഡക്ഷൻസിൻ്റെ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ AC ജനറേറ്ററാണ്. ഒരു കോയിൽ ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് EMF is induced, then a current is produced. ആ കറണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആ കറണ്ടിൻ്റെ ഓർ EMF ഇൻഡ്യൂസ്ഡ് E is equal to E0 sin omega t ആയിരിക്കും. ഒരു ടൈം വേരിയിങ് ഫംഗ്ഷൻ ആണത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് E0 is equal to NBA omega, maximum value or peak value of the EMF will be. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ലോങ് ആൻസർ ഒരിക്കലും വരാറില്ല. ഈ 3 മാർക്കിൻ്റെ ഷോർട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെയാണ്: 2 long coaxial solenoids of same length are shown as below. 2 സോളിനോയിഡ്, ഒന്ന് N1 ടേൺസ് ആണ്, ഒന്ന് N2 ടേൺസ് ആണ്. കോആക്സിൽ ആണ് രണ്ടിനും. സോ ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് ദിസ് പെയർ ഓഫ് കോയിൽസ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. സോ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഒന്നോ അല്ല രണ്ടോ ടൈപ്പിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന് ഇൻ ടേംസ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് വേരിയേഷൻ ഓഫ് കറണ്ട് ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഫ്ലക്സ് ആൻഡ് കറണ്ട് ആൾസോ ചെയ്യാം. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് കറണ്ട് ഇൻ ദ നിയർ ബൈ കോയിൽ എന്നൊരു കൺസെപ്റ്റ് കൊടുക്കാം. ഓർ ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് പെർ യൂണിറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ നിയർ ബൈ കോയിൽ. ഒരു കോയിലെ ഇൻഡ്യൂസ്ഡ് EMF ബിക്കോസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ നിയർ ബൈ കോയിൽ, അതിന് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് വിളിക്കാം. ബി, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് 2 കോആക്സിൽ സോളിനോയിഡ്സ്. നമുക്ക് കിട്ടിയ ഇക്വേഷൻ M is equal to mu0 N1 N2 into pi R square L എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദ്യം. സോ 2 കോയിൽ വെച്ചിട്ട് ഡെറിവേഷൻ പഠിക്കാൻ നിർബന്ധമാണ്. അതായത് ഡയമെൻഷൻസ് ഓഫ് ദ മ്യൂച്വൽ ഇൻഡക്ഷൻസ്. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഡയമെൻഷൻ എഴുതാനാണ് ചോദിക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് നമുക്ക് M ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ E by di by dt എന്ന് എഴുതാലോ, ഓർ M ഈസ് ഈക്വൽ ടു phi by I എന്ന് എഴുതാലോ. ഇതിലേത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡയമെൻഷൻസ് എഴുതാം. സോ E എന്ന് പറഞ്ഞാൽ EMF ആണ്, വോൾട്ട്. phi എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ്. ദെൻ I കറണ്ട് ആണ്. dA by dt ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ കിട്ടും. ഇത് ഉപയോഗിച്ച് ഡയമെൻഷൻ കണ്ടെത്താം. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. M L സ്ക്വയർ T പവർ -2 A പവർ -2. ഇക്വേഷൻ ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്: ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്ഷൻസ് ഓഫ് എ സോളിനോയിഡ്. സെൽഫ് ഇൻഡക്ടൻസ് L എന്നതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാണ്. സോ മ്യൂച്വൽ ഇൻഡക്ടൻസും ചോദിച്ചു, സെൽഫ് ഇൻഡക്ടൻസ് ചോദിച്ചു. മറക്കാതെ പഠിച്ചിരിക്കണം. വാട്ട് യു മീൻ ബൈ എഡി കറന്റ്? റൈറ്റ് ഇൻ 2 ആപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്. എഡി കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കറന്റ് ഇൻഡ്യൂസ്ഡ് in a bulk piece of metal
when it is associated with a changing flux എന്നാണ് എഡി കറന്റ് കൺസെപ്റ്റ്. അതിൻ്റെ യൂസസ് ഇൻഡക്ഷൻ ഫർണസിൽ ഉപയോഗിക്കാം, നമുക്ക് മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാം, ഓക്കെ യൂസ് ഉപയോഗിക്കാം. ഓക്കെ സോ 2018 ചോദിച്ചൊരു ചോദ്യമാണത്, ഓർത്തിരിക്കുക. എഡി കറണ്ടും വന്നിട്ടുണ്ട്, സെൽഫ് ഇൻഡക്ടൻസും മ്യൂച്വൽ ഇൻഡക്ടൻസും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം 3, ചൂസ് ദ റോങ് ഓപ്ഷൻ. റോങ് ഓപ്ഷനാണ് ചെയ്യേണ്ടത്. വോൾട്ട് ഇസ് ഇക്വൽ ടു വെബർ പെർ സെക്കൻഡ്, വെബർ ഇസ് ഇക്വൽ ടു ഹെൻറി ഇൻറ്റു ആംപിയർ, ജൂൾ ഇസ് ഇക്വൽ ടു ഹെൻറി ഇൻറ്റു ആംപിയർ സ്ക്വയർ, വോൾട്ട് ഇസ് ഇക്വൽ ടു വെബർ ഇൻറ്റു സെക്കൻഡ്. വെബർ ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്, ആംപിയർ കറണ്ടിൻ്റെ യൂണിറ്റ് ആണല്ലോ, ഫൈൻ. ദെൻ ഹെൻറി ഇൻഡക്ടൻസിൻ്റെ യൂണിറ്റ് ആണ്. സോ ഫൈ ഇസ് ഇക്വൽ ടു LI എന്ന് എഴുതാൻ പറ്റുമോ? ഷുവർ ആണല്ലോ, കറക്റ്റ് ആണല്ലോ. സോ ഇത് കറക്റ്റാണ്. ദെൻ ജൂൾ, ദ എനർജി ഇസ് ഇക്വൽ ടു ഹെൻറി ഇൻറ്റു ആംപിയർ സ്ക്വയർ, ഹാഫ് LI സ്ക്വയർ നമുക്കറിയാം, ഇതും കറക്റ്റാണ്. ദെൻ വോൾട്ട് EMF ഈസ് ഇക്വൽ ടു 5 ഇൻറ്റു T, ദെൻ 5/T, വെബർ പെർ സെക്കൻഡ് എന്ന് ചെയ്തിട്ടുണ്ട്. ക്യാൻ വി പ്രൂവ് ദാറ്റ് വൺ? EMF എന്നുള്ള കൺസെപ്റ്റിൽ. സോ LdI/dt നമുക്കറിയാം, ഹെൻറി ഇൻറ്റു ആംപിയർ പെർ സെക്കൻഡ് എന്താണ്? EMF ആണല്ലോ, വോൾട്ട് ആണല്ലോ. സോ ഹെൻറി ഇൻറ്റു ആംപിയർ പെർ സെക്കൻഡ്, ഹെൻറി ഇൻറ്റു ആംപിയർ എന്താണ്? വെബർ ആണല്ലോ. സോ വെബർ പെർ സെക്കൻഡ് എന്ന കൺസെപ്റ്റ് വോൾട്ടിന് ഉപയോഗിക്കാം. സോ ഏത് കോൺസെപ്റ്റ് വരാം? നമ്മൾ ഇതിൽ E ഇസ് ഈക്വൽ ടു മൈനസ് LdI/dt എന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഹെൻറി ഇൻറ്റു ആംപിയർ പെർ സെക്കൻഡ് ആണ്. സോ ഹെൻറി ഇൻറ്റു ആംപിയർ എന്താണ്? വെബർ എന്ന് പറഞ്ഞു. സോ വെബർ പെർ സെക്കൻഡ് ഇത് കറക്റ്റ് ആണ്. സോ വെബർ ഇൻറ്റു സെക്കൻഡ് ഇസ് ദ റോങ് ആൻസർ. സോ ഫോർത്ത് വൺ ഇസ് ദ റോങ് ആൻസർ. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ബി, ദ കറണ്ട് ഇൻ എ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് 0.1 ഹെൻറി varies from 2 ampere to 5 ampere in a time of 1 millisecond. Find the EMF across the coil. EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈക്വേഷൻ ഉപയോഗിക്കാം. L എന്നുള്ള കൺസെപ്റ്റ് 0.1 ആണ്. Then 2A to 5A change. So change in current is 5 minus 2, that is 3 ampere. Time is 1 millisecond. So EMF is equal to 0.1 into, that is Henry, 5 minus 2, that is 3 ampere, divided by 1 millisecond is there. So 1 into 10 to the minus 3. Then it become 1 10 to the minus 3 goes 10 to the 3 is there. 0.1 to 3, that is 10 to the 2. So that's equal to, E is equal to 3 into 0.1 is 1 and 10 to the minus 1 is there. So 300 volt. That's the answer for this. The EMF, induced EMF across the coil will be. Negative sign gives you the direction of the EMF. Then another question, state Faraday's law of electromagnetic induction. Statement as you. So whenever there is a change in flux associated with a conductor, an EMF is induced, hence a current pass through it. Second part, the induced EMF is directly proportional to rate of change of magnetic flux associated with it. That's Faraday's law. Write its mathematical form. Name the factors on which the inductance of a coil depends. Inductance of a coil L depends on factors what and what? L is equal to mu 0 n square AL എന്ന് നമുക്കറിയാലോ. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ടേം ആണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, ദെൻ L ലെങ്ത് ടേംസ് ഉണ്ട്. ദെൻ ദ മെറ്റീരിയൽ ഇൻ ബിറ്റ്വീൻ mu 0, ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഉണ്ടല്ലോ, അവിടെ അതർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ mu r കൂടെ വരും, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്, ദ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് ഈസ് ഡയോഡ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ്. ആൻസർ ഈസ് ഇൻഡക്ടൻസ്. L ആണ് ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ്. ബി, a 2 meter long solenoid having diameter 6 cm and 2000 turns has a secondary of 500 turns wound closely near its midpoint. Calculate the mutual inductance between the two coils. M indication namukkariyalo, M equal to mu 0 n1 n2 pi r1 square into L aanallo. So n1 n2 is given 2000 into 500 turns, pi r1 is given, so diameter 6 cm, so 3 cm you can have, and L length is given 2 meter. Directly M you can find out. Mu 0 is 4.10 to minus 7. ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരുന്നത്. സോ മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് കീപ് ഇൻ മൈൻഡ്. മറന്നു പോരുത്. ഫാരഡേസ് ലോ ആൻഡ് എഡി കറന്റ്, ഈ ടേമുകളൊക്കെയാണ് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളിൽ. 3 മാർക്ക് കൺഫേം ആക്കുക. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് തന്നെ റിവൈസ് ചെയ്തോളാം. സോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ യു ഗോ ത്രൂ യുവർ ഡീറ്റെയിൽ നോട്ട്സ്, ഡെറിവേഷൻസ് ഒക്കെ കൺഫേം ആക്കി വെക്കുക. 3 മാർക്ക് കൺഫേം. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഓൾട്ടർനേറ്റിംഗ് കറന്റ്.
എ സി എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദ്യമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. 3 മാർക്കിന് ചോദ്യവും 1 മാർക്കിന് ഷോർട്ട് ആൻസറും അതേപോലെ തന്നെ 2 മാർക്കിന് ചോദ്യമായിട്ട് വരാറുണ്ട്. ടോപ്പിക്കുകൾ അധികവും ഇല്ല, പക്ഷേ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് ഇതിലുള്ളത്. വെനവർ നമ്മൾ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മളൊരു റെസിസ്റ്ററിലൂടെയോ ഇൻഡക്ടറിലൂടെയോ കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് റിലേറ്റ്സ് വിത്ത് ദ വോൾട്ടേജ് എന്നൊരു കൺസെപ്റ്റാണ് മെയിൻലി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ദെൻ റെസൊണൻസ് എന്നൊരു ടേമും സീരീസ് LCR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ദെൻ ട്രാൻസ്ഫോമർ, ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ എ സി വോൾട്ടേജ് V = V0 sin omega t or E = E0 sin omega t എന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. അതിലെ V0 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് ആൻഡ് ഒമേഗ ഇസ് ആംഗുലർ ഫ്രീക്വൻസി. പീക്ക് വാല്യൂ V0 ആണെങ്കിൽ V is the instantaneous value at a time t. Then RMS value, the effective value of the voltage, അല്ലെങ്കിൽ അതിനെ RMS വാല്യൂ എന്ന് വിളിക്കും. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് VRMS is equal to V0/√2 എന്നായിരിക്കും. അതോടൊപ്പം തന്നെ എഫക്റ്റീവ് വാല്യൂ ഓഫ് ദ കറണ്ട് IRMS is equal to I0/√2. ഓർത്ത് വെക്കുക, V0/√2 and I0/√2, where V0 and I0 are the peak value of voltage and current. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അത് ഉപയോഗിച്ചിട്ട്. ദെൻ എ സി ത്രൂ റെസിസ്റ്റർ, ഒരു റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ എ സി വോൾട്ടേജ് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I and V will be in same phase. There will be no change in phase difference. V0 sin omega t, I0 sin omega t. Average power will be VRMS into IRMS or V0 I0/2 എന്ന് എഴുതാം. I0 എന്നാൽ peak value of current will be V0/R, where R is the resistance of the conductor. So റെസിസ്റ്റൻസ് അക്രോസ് പോകുമ്പോൾ കറണ്ടും വോൾട്ടേജും ദേ ആർ ഇൻ സെയിം ഫേസ് എന്ന് വിളിക്കും. സോ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ രണ്ടും ഒരേ ആക്സിസിലായിരിക്കും. ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അതാണ് റെസിസ്റ്റൻസിന് ഇമ്പോർട്ടൻറ്റ്. പവറിൻ്റെ വാല്യൂ റെസിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, കപ്പാസിറ്ററും ഇൻഡക്ടറും ആവറേജ് പവർ 0 ആണ്. അവിടുത്തെ കറണ്ട് വാട്ട്ലെസ് കറണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. റെസിസ്റ്ററിന് IRMS into VRMS എന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് കപ്പാസിറ്ററിനും ഇൻഡക്ടറിനും ചെയ്യുമ്പോൾ നമുക്ക് കാണാം കറണ്ടിന് വ്യത്യാസമുണ്ട്. ഫേസ് വാല്യൂ വിൽ ബി ദർ. അക്രോസ് കപ്പാസിറ്ററിൽ കറണ്ട് I will be I0 sin omega t plus pi/2. It is leading the voltage, the current. Then there the value of resistance, the capacitive reactance will call XC is equal to 1/C omega എന്നായിരിക്കും. സോ I0യുടെ വാല്യൂ എന്നുള്ളത് V0 into C omega എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇൻഡക്ടറിൽ കറണ്ട് കൊടുക്കുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ I will be I0 sin omega t minus pi/2. It is lagging behind the voltage in the inductor. അവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നാൽ XL is equal to L ഒമേഗയാണ്. എല്ലും സിയും ആറും, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ മൂന്നും കൂടെ സീരീസിൽ കണ്ട് ചെയ്താൽ LCR സർക്യൂട്ട് എന്ന് വിളിക്കും. അവിടുത്തെ കറണ്ട് I is equal to I0 sin omega t plus phi എന്ന് കൊടുക്കും. ആ phi is the phase difference. phi കണ്ടുപിടിക്കാൻ ഇക്വേഷൻ tan inverse XL minus XC/R ആണ്. ഇത് പ്യുവർ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് ആൻഡ് റെസിസ്റ്റർ ഐഡിയൽ മൂന്നുമാണ് കണക്ട് ചെയ്യുന്നത്. CR ഓർ CL ഓർ LR സർക്യൂട്ടുകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ മതി. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ LCR സർക്യൂട്ട് ഇസ് നോൺ ആസ് ഇംപെഡൻസ്. ദാറ്റ് ഇസ് Z is equal to √R² plus XL minus XC the whole square. XLും XCയും ഏതും വലുതാവാം. സോ XC minus XL it can be or XL minus XC it can be. ഇതാണ് ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ. ദെൻ വെൻ XL equal to XC ആണെങ്കിൽ ഈ ഇംപെഡൻസ് വിൽ ബി ദ ലീസ്റ്റ് വാല്യൂ ആൻഡ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് വിൽ ബി മാക്സിമം. ആ കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ്, ഫിനോമിന വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എന്ന് വിളിക്കും. LCR സീരീസ് സർക്യൂട്ടിൽ XL equal to XC ആകുമ്പോൾ റെസൊണൻസ് ചെയ്യും. ആ റെസൊണൻസ് ഫ്രീക്വൻസി വിൽ ബി 1/√LC എന്നാണ്. ദെൻ Q ഫാക്ടർ എന്ന കൺസെപ്റ്റ്, ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. LCR സർക്യൂട്ട് നമുക്കൊരു ട്യൂണിംഗ് സർക്യൂട്ടായിട്ട് ഉപയോഗിക്കാം. ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്ന കൺസെപ്റ്റ് Q ഫാക്ടർ ഇസ് equal to XL/R or XC/R. ദെൻ 1/R into √L/C. ഈ ഇക്വേഷൻസ് ഒക്കെ Q ഫാക്ടറിന് ഉപയോഗിക്കാം. So Q factor is larger means resonance curve will be too sharp and fine tuning can be taken place. അതാണ് അതിൻ്റെ ഐഡിയ. ട്രാൻസ്ഫോമർ എന്നൊരു ഡിവൈസാണ് അടുത്ത് പഠിക്കുന്നത്. ഈ ഇൻഡക്ഷൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ട്രാൻസ്ഫോമർ. വോൾട്ടേജ് നമുക്ക് ഹൈ ഓർ ലോ വോൾട്ടേജ് ആക്കാൻ ഉപയോഗിക്കുന്നതാണ്. AC വോൾട്ടേജിനെ മാത്രമേ സംഭവിക്കുള്ളൂ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി വിൽ ബി ദർ. പ്രൈമറി നമ്പർ ഓഫ് ടേൺസും സെക്കൻഡ് നമ്പർ ഓഫ് ടേൺസിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫോമറിന് വോൾട്ടേജ് ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ എന്നറിയാം. NS/NP
secondary number of turns by primary number of turns. Greater than 1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ലെസ് ദാൻ 1 ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ആയിരിക്കും. NS by NP is equal to VS by VP. Directly proportional ആയിരിക്കും and inversely proportional current IP by IS. Then efficiency of transformer കണ്ടുപിടിക്കാൻ P out by P in into 100% എന്നാണ്. ട്രാൻസ്ഫോമറിൽ നമുക്ക് എനർജി ലോസ് ഉണ്ടാവാം. ദാറ്റ്സ് മേ ബി ഡ്യൂ ടു എഡി കറണ്ട്, ഫ്ലക്സ് ലീക്കേജ്, ഇതൊക്കെ കാരണം നമുക്ക് ഈ എനർജി ലോസ് ഉണ്ടാവാം. നമുക്ക് ഓവർകം ചെയ്യാനുള്ള നമുക്ക് മെത്തേഡുകളുണ്ട്. ഇത്രയും ടോപ്പിക്കാണ് ഈ ചാപ്റ്റർ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരാറുള്ളത്. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെയാണ്: എ സീരീസ് LCR സർക്യൂട്ട് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഇസ് ഷോൺ ബിലോ. LCR സീരീസിൽ കണ്ടിട്ടുണ്ട്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ഓഫേർഡ് ബൈ ദി സർക്യൂട്ട്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ Z ഇൻഡിക്കേഷൻ ആണല്ലോ. നമുക്കറിയാം Z is equal to root of R² plus XL minus XC the whole square or XC minus XL the whole square. ഇതാണ് ഇംപിഡൻസ്. Impedance is the total resistance offered by the circuit. B part. Under what condition this circuit is used for tuning radio? Radio tune ചെയ്യാൻ ഏത് സർക്യൂട്ടിലാണ് ഉപയോഗിക്കുന്നത്? At the resonance we can use it. At that time XL should be equal to XC എന്ന concept. Okay? അടുത്ത ചോദ്യം നോക്കാം. A transformer is used to change the alternating voltage to a high or low value. What is the principle of the transformer? Induced EMF is directly proportional to number of turns in the coil. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാം. സോ ഫ്ലക്സ് ചേഞ്ച് because of the current in the first coil will induce an EMF in the second coil. So the principle is mutual induction and induced EMF is directly proportional to number of turns. ഈ രണ്ട് കൺസെപ്റ്റാണ് നമ്മുടെ പ്രിൻസിപ്പിളായിട്ട് പറയാം. Then a power transmission line feeds input power of 2300 volt to a step down transformer with its primary windings having 4000 turns. What should be the number of turns in the secondary in order to get an output power of 230 volt? നമുക്കറിയാം NS by NP is equal to VS by VP. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what should be the number of turns in the secondary. NS കണ്ടുപിടിക്കണം. വോൾട്ടേജ് ഇൻ സെക്കൻഡറി തന്നിട്ടുണ്ട് 230 വോൾട്ട് ആണ്. സോ 230 ഡിവൈഡ് ബൈ വോൾട്ടേജ് ഇൻ പ്രൈമറി എത്രയാ 2300 ആണ്. ഇൻറ്റു NP should be number of turns in primary is 4000. So 2 zeros cancels. 23 and 230 that is 10. 10 into 40 that is 400. So the number of turns in the secondary should be 400 number of turns. Then it becomes this one. മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. സോ പ്ലീസ് ടേക്ക് കെയർ. അടുത്തൊരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ദ ഫേസർ ഡയഗ്രാം ഓഫ് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അക്രോസ് ആൻ അൺനോൺ ഡിവൈസ് X ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ആർ ഷോൺ ബിലോ. സോ ഫേസർ ഡയഗ്രത്തിൽ ω ആംഗിളിൽ V ആൻഡ് I ആർ ഇൻ സെയിം ഫേസ്. ഇസ് ഇറ്റ്? ദാർ ഇൻ സെയിം ലൈൻ. ഏത് ഡിവൈസാണ് നമ്മൾ പറഞ്ഞു? സെയിം ഫേസ് ആണെങ്കിൽ ദാറ്റ് ഈസ് റെസിസ്റ്റർ. π/2 പ്ലസ് ആണെങ്കിൽ കറണ്ട് π/2 പ്ലസ് ആണെങ്കിൽ കപ്പാസിറ്റർ. Current π/2 minus ആണെങ്കിൽ that is inductor. So this is what resistor will be, this device. Now draw the graphical variation of current and voltage with ωt through this device. Graphical representation എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത്, so here ωt and here first V. So 0, π/2, pi, 3π/2 and 2π. അതിൽ വോൾട്ടേജിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗെറ്റ് മാക്സിമം 0, നെഗറ്റീവ് മാക്സിമം, ദെൻ 0. ദാറ്റ് ഇസ് ഫോർ വോൾട്ടേജ് V. ദെൻ കറണ്ട് ആൾസോ വേരീസ് ദ സെയിം വേ. സോ കറണ്ട് യു ക്യാൻ ഡ്രോ വിത്ത് ദ ഡോട്ടഡ് ലൈൻസ്, ബട്ട് ഇറ്റ്സ് വാല്യൂ വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദിസ് ഈസ് V0 ഹിയർ ആൻഡ് ദിസ് ഈസ് I0 ഹിയർ. ദാറ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ വേവ് ഫോം വി ക്യാൻ സേ. ദെൻ ഡ്രോ ദ ഫേസർ ഡയഗ്രാം വിച്ച് ഷോസ് ദ റിലേഷൻ among VR, VL and VC and I in a series LCR circuit. Series LCR circuit കോമൺ ഫേസർ ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നൂടെ ഒരുമിച്ച് വരയ്ക്കണം. വോൾട്ടേജ് അക്രോസ് LR, വോൾട്ടേജ് അക്രോസ് L ആൻഡ് വോൾട്ടേജ് അക്രോസ് C ആൻഡ് I. സോ കറണ്ട് അലോങ് X ആക്സിസ് യു കൺ ടേക്ക്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വോൾട്ടേജ് താഴോട്ടായിരിക്കും, ഇൻഡക്ടറിൻ്റെ മേലോട്ടായിരിക്കും ആൻഡ് വി വിൽ ബി അലോങ് സെയിം ലൈൻ. സോ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇതാണ് I എങ്കിൽ VR will be along same direction. Then this will be VC. You know why?
because current leads by voltage in capacitance by pi by 2. Then this will be VL. Either VL or VC should be greater, then it should be subtracted. That's a Phasor diagram. This is pi by 2 here. Fine. So we got this answer also. Phasor diagram concept questions expect ചെയ്യാം വീണ്ടും. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. At the resonance in LCR circuit, the EMF and current are in phase, out of phase, having a phase difference of pi by 2, having phase difference of pi by 6. At the resonance നമുക്കറിയാം Z will become R. It will be purely resistive. Is it? Z equal to R ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും in phase ആയിരിക്കുമല്ലോ. Across resistance, current and voltage phase ആണല്ലോ. Ready? അടുത്ത ചോദ്യം. In the following circuit, find the value of V. V ആണ് കണ്ടുപിടിക്കേണ്ടത്. So it is 600 volt here, 300 volt and 400 volt. Then applied one is V actually. So V will be equal to root of VR square plus VL minus VC the square. ഈ കേസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ ഫേസർ ഡയഗ്രാം വെച്ചിട്ട് ചെയ്യണം ഇവിടെ, കാരണം മൂന്ന് ഫേസിലാണുള്ളത്. സോ ഹിയർ VR എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 400 ആണ് സ്ക്വയർ പ്ലസ് VL മൈനസ് VC സ്ക്വയർ. VL 600 ആണ് മൈനസ് VC 300 ആണ്. സോ 600 മൈനസ് 300 that is 300 again square. So 400 square plus 300 square is the value for this root of, that will be V. Okay, fine. So next question, let's do. The SI unit of inductive reactance is, reactance എല്ലാം resistance തന്നെയാണ്. is SI unit will be ohms only. Capacitor reactanceും ohm ആണ്, resistance ohm ആണ്. Figure given below shows a series LCR circuit to a variable frequency source. Determine the source frequency at resonance. Source frequency at resonance ആണ് കണ്ടുപിടിക്കുന്നത്. Resistance 40 ohm ആണ്, capacitance 80 microfarad ആണ്, inductance 5 Henry ആണ്. So source frequency F will be equal to 1 by 2 pi root LC. Because omega 0 is 1 by root LC, then omega 0 is 2 pi F0, you know. So you can say this is the source frequency. Now L is how much? 5. C is 80 microfarad, so 80 into 10 to the minus 6 you do, square root it, you'll get the value. So this equation we have to use it. Source frequency. Now next question, the core of a transformer has the following properties. Core is laminated. Hysteresis loop is narrow. Explain the significance of each property. So ഈ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി എന്താണെന്നുള്ള കൺസെപ്റ്റാണ്. സോ കോർ ഇസ് ലാമിനേറ്റഡ്. ലാമിനേറ്റഡ് എന്ന കൺസെപ്റ്റിൽ നമുക്ക് അതിൻ്റെ ഹീറ്റ് ലോസ് കുറക്കാൻ പറ്റും. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കേസ്. ദെൻ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഇസ് നാരോ. അതുകൊണ്ട് അവിടെ റീറ്റൻറ്റിവിറ്റി ഓർ ദിസ് കോൺസെപ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റൈസിങ് എഫക്റ്റ് കുറച്ചിട്ട് നമുക്ക് കൂടുതൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. സോ രണ്ടിനെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ള കൺസെപ്റ്റാണ്. വാട്ട് ഈസ് മെൻ ബൈ റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട്? Resonance is a phenomenon in which the inductive reactance is equal to capacitive reactance and the peak value of current become maximum. That is what resonance. AC circuit എന്നും AC എന്നുള്ള ചാപ്റ്റർ എന്നും 4 മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ബേസിക് ഫിഗേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ചാപ്റ്റർ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡിസ്കസ് ചെയ്യാം. 12ാം ക്ലാസ് ഫിസിക്സിലെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. 2 മാർക്കിന് ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാറുള്ളത്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന മാർക്ക് കൂടിയാണ്. 2 മാർക്കേ ഉള്ളൂ എന്ന് കരുതി ഇത് പഠിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും പഠിക്കേണ്ട ഏറ്റവും ടിപ്സായിട്ട് ഞാൻ ഈ ചാപ്റ്ററിന് പറഞ്ഞുതരാം. ടോപ്പിക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നൊരു കൺസെപ്റ്റാണ് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID is equal to epsilon 0 into d phi E by dt. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ എന്ന കൺസെപ്റ്റ് കൊടുക്കാം. മാക്സ്വെൽ എന്നുള്ള സയൻസിനാണ് ഇതിനെ അപ്ഡേറ്റ് ചെയ്തത്. ആംബിയർ സർക്യൂട്ടുകളുടെ അപ്ഡേഷന് വേണ്ടിയിട്ടാണ് മാക്സ്വെൽ ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ ID is equal to epsilon 0 d phi E by dt, where phi is the electric flux. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കണ്ടുപിടിക്കാം. Then in a circuit ID will be equal to the conduction current. IC and ID both will be equal, should be equal ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ. സോ ID എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കണം. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റഡ് ചാർജസ് ആണ്. ഒരു ചാർജ് ആക്സിലേറ്റ് ചെയ്യുമ്പോൾ there will be time varying electric and magnetic fields. Together they produce EM waves. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ electromagnetic waves are transverse wave. So electric component EX will be E0 sin KZ minus omega t. So the wave moves along Z direction, electric field varies along X direction.
By, the magnetic field will be along y direction because they are mutually perpendicular and perpendicular to the direction of the propagation. So B, if E is in x and wave is in z direction, then B will be along y direction. B0 sin kz minus omega t. ഓർത്തിരിക്കുക, E0 and B0 are the peak value of electric and magnetic field components. That is given by C is equal to E0 by B0, where C is the speed of EM waves in vacuum. Free space le എല്ലാ EM waves same speed ആണ്, and that is equal to 3 into 10 to 8 meter per second. Question വരാറുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് തരും, എന്നിട്ട് റൈറ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ്. E0 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് B0 കണ്ടുപിടിക്കാം, then you can write as it is because sign term is same, argument of sign is same there. Then electromagnetic waves in the characteristics നമ്മൾ പഠിക്കണം. They are transverse in nature, all of them move with the same speed in vacuum, they can be refracted, polarized, diffracted. ഈ കോൺസെപ്റ്റുകളൊക്കെ അറിഞ്ഞിരിക്കുക. സ്പെക്ട്രം പഠിക്കൽ നിർബന്ധമാണ്, EM വേവ് സ്പെക്ട്രം ആൻഡ് ദർ യൂസസ്. എല്ലാ വേവ്സിനും രണ്ടിൽ കൂടുതൽ യൂസ് പഠിച്ചിരിക്കുന്ന നിർബന്ധമാണ്, കാരണം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻ വരാം. സ്പെക്ട്രം പഠിക്കാൻ ഒരു കോഡ് ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തിൽ ഇതാണ് ഓർഡർ. വേവ് ലെങ്ത് ഇൻക്രീസിങ് ഓർഡർ ഇതാണ്: GXUVIMR. G for gamma rays, X for X-ray, U for ultraviolet, V for visible, I for infrared, M for microwave, R for radio wave. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഗാമ റേസിനാണ്, ഹെൻസ് ഫ്രീക്വൻസി വിൽ ബി ദ ലാർജസ്റ്റ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് റേഡിയോ വേവ്സിനാണ്, അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ ഡാറ്റ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു വേവ് ലെങ്ത് റേഞ്ച് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. കാരണം ചിലപ്പോൾ ഫ്രീക്വൻസി തരും, ദെൻ ഐഡൻറ്റിഫൈ ദ EM വേവ് എന്ന് ചോദിക്കും. സോ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ നമുക്ക് ലാംഡ കിട്ടാൻ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കും, നമ്മൾ ലാംഡ ഇസ് ഇക്വൽ ടു C by nu, because nu into lambda will be always C. ഫ്രീക്വൻസി എന്നാൽ ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാം? സോ ലാംഡയുടെ റേഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയും പഠിക്കാൻ പറ്റും. ഓരോന്നിനും യൂസസ് ഉണ്ട്. ഗാമ റേസ് നമുക്ക് മെഡിക്കൽ യൂസിൽ ഉപയോഗിക്കാം, കീമോതെറാപ്പിക്ക് ഉപയോഗിക്കാറുണ്ട്, ന്യൂക്ലിയർ സ്റ്റഡീസിന് ഉപയോഗിക്കാം, ഗാമ റേ സ്പെക്ട്രോസ്കോപ്പീസ്. ദെൻ എക്സ്റേസ് നമുക്കറിയാം, ഡയഗ്നോസിസ് പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്, ബാഗേജ് സ്ക്രീനിങ്ങിന് ഉപയോഗിക്കാം നമുക്ക് എക്സ്റേസ്. അൾട്രാവയലറ്റ് നമുക്കറിയാം. ഇങ്ങനെ ഓരോന്നിൻ്റെയും യൂസസ്, രണ്ടിൽ കൂടുതൽ യൂസസ് പഠിക്കാം. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. സോ വാട്ട് ടു ഡു? ഓക്കെ, സോ സ്പെക്ട്രം, ദർ വേവ് ലെങ്ത് അറേഞ്ച്മെൻറ്റ്, ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻ വരാം. ദെൻ യൂസസ് വെച്ചിട്ടും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കാം. 2 മാർക്കിന് ചോദ്യമാണ് എല്ലാ വർഷവും ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. ക്രൂഷ്യലാണ് 2 മാർക്ക്, തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ചോദ്യങ്ങൾ നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: വിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആർ യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസ്? 4 യൂസ് വന്നിട്ടുണ്ട്, ഓരോന്നിനും 1/2 മാർക്ക് വീതമായിരുന്നു. ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ മെഡിസിൻ ഏതാ? എക്സ്റേസ് എന്ന് ഉപയോഗിക്കാമല്ലോ നമുക്ക്. ഓക്കെ, ദെൻ കിൽ ജേംസ് ഇൻ അൾട്രാവയലറ്റ്, UV. സെല്ലുലാർ ഫോൺസ് റേഡിയോ വേവ്സ് ആണ്, ഷുവർ. ദെൻ ഇൻ റിമോട്ട് സ്വിച്ചസ് ഓഫ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ്, that is infrared, IR. So X-rays are used as diagnostic. Then germs in kill and ultraviolet ഉപയോഗിക്കാം. സെല്ലുലാർ സർക്യൂട്ട് ഇതിൽ റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ, ലോങ് ടേം കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദെൻ അനദർ ക്വസ്റ്റ്യൻ 2. നെയിം ദ പാർട്ട് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റം. മൈക്രോവേവ്സ് ആണ് റഡാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ബോംബാർഡിംഗ് എ മെറ്റൽ ടാർഗറ്റ് ബൈ എ ഹൈ സ്പീഡ് ഇലക്ട്രോൺസ്. എക്സ്റേസിന്റെ പ്രൊഡക്ഷൻ ആണ്, യു ഹാവ് ടു ബോംബാർഡ് ദിസ് ഇലക്ട്രോൺസ് ഓൺ എ മെറ്റൽ ടാർഗറ്റ്. സോ produced by bombarding a metal target by high speed electrons is X-rays. Then B, electromagnetic waves are produced by charges at rest, charges in uniform motion, charges in accelerated motion. Accelerated charges ആണ് electromagnetic waves produce ചെയ്യുന്നത്. 1/2 മാർക്ക് വീണ്ടും. Then C, why only microwaves are used in microwave ovens? Microwave ovensൽ നമുക്കറിയാം all around heating ആണ് നടക്കുന്നത്. സോ വാട്ടർ മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ കൺസെപ്റ്റും മൈക്രോവേവ്സിൻ്റെ റൊട്ടേഷൻ കൺസെപ്റ്റും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് മൈക്രോവേവ്സ് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ വാട്ടർ മോളിക്യൂൾസിൻ്റെ റൊട്ടേഷണൽ ഫ്രീക്വൻസിയും ഈ മൈക്രോവേവ്സിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആണ്. സോ വെൻ മൈക്രോവേവ് ഫോംസ് ദേ മൂവ് ഇൻ റെസൊണൻസ്. അതുകൊണ്ടാണ് ഓൾ അറൗണ്ട് ഫ്രം ഇൻ ദിസ് പാർട്ട് വിൽ ബി ബോയിൽഡ്. അതാണ് മൈക്രോവേവ് ഓവൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തൊരു ചോദ്യം നോക്കാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വാല്യൂസ് ഫോർ എക്സ്റേസ് ഫ്രം ദ ഗിവൺ ടേബിൾ. എക്സ്റേസിൻ്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കുറിച്ചാണ് ഈ ചോദ്യം. സോ 1 millimeter, 1 micrometer, 1 nanometer. Wavelength will be in nanometer range for the X-rays. Then frequency will be what? Nanometers is 10⁻⁹ meters ആണ് ആ റേഞ്ച് വരുന്നത്. Then frequency will be what? C by 10⁻⁹. C എത്രയാ? 3 × 10⁸ ആണല്ലോ.
So 10 raised to 8 plus 9. That will be 17. So these two are the corresponding matches. Simple answers. 2 mark question. Then match the following. Another question. X-rays, infrared, microwave, ultraviolet. Water purifier, cancer treatment, remote switch, radar. So ultraviolet is used in water purifier. Microwaves are used in radar. Infrared is used in remote switch. X-rays are used in cancer treatment. Simple question ആണല്ലോ. സോ ആ സ്പെക്ട്രവും അതിൻ്റെ യൂസസും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. കാണാം കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്നത് യൂസസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് കമ്പോണൻസ് വെച്ചിട്ടാണ് വേണ്ടത്. ഓക്കെ, പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ വേവ് റേഞ്ചിൻ്റെ ടേബിൾ ഒന്ന് റെഫർ ചെയ്തിരിക്കാം. ഇത്രയാണ് ക്വിക്ക് റിവിഷൻ എന്നുള്ള മോഡൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. വിൽ ബി കണക്റ്റിംഗ് യു ബാക്ക്. സോ ഈ ചാപ്റ്ററോട് കഴിയാണ്. മറ്റൊരു വീഡിയോസിൽ നമുക്ക് പാർട്ട് 2 കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.